കേഴ്സൽ പരിശീലന ക്ലാസ്സുകൾ മാസത്തിലൊരിക്കൽ ഇങ്ങനെ കൊടുക്കുന്നത് നമുക്ക് വളരെ പ്രാധാന്യപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കരുതുന്നു. കാരണം നമ്മൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് ഏറ്റവും അനുഗ്രഹമായി തീരുകയും അനേകരുടെ ജീവിതത്തിൽ അതൊരു ഇമ്പാക്റ്റ് ആയി തീരാനും ദൈവരാജ്യത്തിന് അനുഗ്രഹമായി തീരാനും ഒരു കാരണമായി തീരും. നമ്മൾ ഒരു കേഴ്സൽ ലീഡ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു അനുഗ്രഹമാണ്, നമുക്കതൊരു സന്തോഷമാണ്, നമ്മുടെ ഭവനത്തിന് അത് അനുഗ്രഹമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് അനുഗ്രഹമാണ്, നമ്മുടെ സഭയ്ക്കും അത് അനുഗ്രഹമാണ്. എന്നാലും അത് മാത്രമല്ല, നമുക്കായിട്ടല്ലല്ലോ, ഇത് അനേകർക്ക് അനുഗ്രഹമായി തീരും. നമ്മൾ ചിന്തിക്കാത്ത ലെവലില് അനേകരുടെ ജീവിതത്തിൽ ഇതൊരു പ്രോത്സാഹനവും ഇതൊരു എൻകറേജ്മെന്റും ഒരു അനുഗ്രഹവും ഒരു ബലവും പലർക്കും സൗഖ്യത്തിന് കാരണമായി തീരുന്നു. ഒത്തിരി കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെ ഇമ്പാക്റ്റ് നമ്മൾ അറിയുന്നില്ല. അത് സോ മച്ച് മോർ. നമ്മൾ ചെയ്യുന്നതിന്റെ ഇമ്പാക്റ്റ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇന്ന് പൽക്കാലം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഇതാണ്, നമ്മൾ ദൈവത്തിൻ്റെ ഒരു അപ്പോസ്തോലിക സമൂഹം, അല്ലെങ്കിൽ we are God's apostolic community. അതിൻ്റെ ഉദ്ദേശം ഞാനിത് പറയാം. എന്നാലും നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചെങ്കിലും ദൈവം നമ്മളെ പറഞ്ഞയച്ചേക്കുക ഒരു ജോലി ചെയ്യാൻ, ഒരു പ്രവർത്തിക്കായിട്ട്, ദൈവത്തിൻ്റെ ദൗത്യത്തിനായിട്ട് നമ്മളെ ദൈവം പറഞ്ഞ് അയച്ചേക്കുവാണ്. അവിടെ എന്തുവാ ഈ സഭ എന്ന് പറഞ്ഞു? യേശു സഭ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. സഭ എന്തുവാ നമുക്കറിയാം. വളരെ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്നാണ് ക്രിസ്തുവിന്റെ ശരീരം, സഭയുടെ തല ക്രിസ്തുവാ, അല്ലേ? അപ്പം അതിന്റെ നേതൃത്വത്തിൽ ആരായിരിക്കുന്നത്? യേശു ക്രിസ്തുവാ സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സഭയുടെ എല്ലാ നിയന്ത്രണം വരുന്നത് യേശു ക്രിസ്തു. കാരണം എൻ്റെ ശരീരത്തിന്റെ എല്ലാ നിയന്ത്രണം ഈ തലേന്ന് വരുന്ന പോലെ തന്നെ യേശു ക്രിസ്തുവാ തീരുമാനിക്കുന്നത് സഭ എങ്ങനെ ആയിത്തീരണം, എന്തുവായിത്തീരണം. അപ്പോൾ നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 42 തൊട്ട് 47 വരെ ഉള്ള വാക്യങ്ങൾ വായിക്കാം. ഇപ്പോൾ നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. പാസ്റ്റർ ബ്ലസ്സൻ ഇത് വായിക്കുന്നതായിരിക്കും, ശ്രദ്ധിച്ച് കേൾക്കണം പ്ലീസ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയെന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടിവരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ഇനി അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 32-ഉം 33-ഉം വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 32-ഉം 33-ഉം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. സഭ എന്നുള്ള ഈ ഒരു കൂട്ടം ആൾക്കാര് ദൈവം വിളിച്ചു വേർതിരിച്ച് ഒരു സമൂഹമായിട്ട്, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട്, അവർ തമ്മിലുള്ള ആവശ്യങ്ങൾക്ക് അവരൊരു സഹായമായി തീർന്നു. തമ്മിൽ അനുഗ്രഹിക്കാനും കൂടെ അവരൊരു സ്റ്റെപ്പ് എടുത്തു, അല്ലേ? അവരുടെ ജന്മഭൂമി പോലും വിറ്റ് മറ്റുള്ളവരെ തമ്മിൽ സഹായിക്കുകയും ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്, ദൈവം തന്നെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ദൈവം തന്നെ ഒരു ചെറിയൊരു കൂട്ടമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക ദൈവമായിട്ട് കാണുന്നു, അല്ലേ? ദൈവം ഒരുവൻ തന്നെ. നമുക്ക് 3 ദൈവങ്ങളില്ല. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ക്രിസ്ത്യാനികൾക്ക് 3 ദൈവങ്ങളുണ്ടെന്ന്. ഇല്ല, നമുക്ക് 3 ദൈവങ്ങളില്ല, നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ.
എന്നാലും ആ ഒരു ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് 3 വ്യക്തിത്വമാണ് ഉള്ളത്. 3 persons എന്ന് പറയും അല്ലേ? അപ്പം അതിനെക്കുറിച്ച് പലരും പല പല ചോദ്യം ചോദിക്കും. അതെങ്ങനെ നോക്കുന്നത്, ഇതിങ്ങനെ. അതിൻ്റെ പൂർണ്ണമായിട്ടൊരു ഉത്തരം പറയാൻ എനിക്ക് അറിയത്തില്ല. കുറേ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ, വേദശാസ്ത്ര പ്രകാരം, അല്ലെങ്കിൽ ഒത്തിരി കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും അതിൻ്റെ പൂർണ്ണമായിട്ടൊരു ഉത്തരം നമുക്ക് ഒക്കത്തില്ല. കാരണം ഒരു സൃഷ്ടി എന്നുള്ള നിലയിൽ നമ്മൾ സൃഷ്ടിതാവിനെ മനസ്സിലാക്കാൻ നോക്കുക. അത് എത്ര ഒക്കും ചിന്തിച്ചു നോക്കുക. നമ്മളൊരു സൃഷ്ടിയാണെങ്കിൽ അതിൻ്റെ സൃഷ്ടിതാവിനെ എങ്ങനെ മനസ്സിലാക്കാൻ നോക്കും? അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാലും ദൈവവചനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ദൈവം തന്നെ ഒരു കൂട്ടമാണ്, ഒരു സമൂഹമാണ്. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം ഇതിനെ കുറിച്ച് പറയേണ്ടത്, ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുത്തു. ഏത് ജനത്തെയാ? ആദ്യം ഇസ്രായേൽ മക്കളായിരുന്നു തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട്, ദൈവത്തിൻ്റെ ഒരു കൂട്ടമായിട്ട്, ദൈവത്തിൻ്റെ ജനമായിട്ട്, ദൈവത്തിൻ്റെ ഒരു സമൂഹമായിട്ട് ദൈവം എടുത്തു, അവരെ കൂട്ടി. പിന്നെ അപ്പോസ്തല പ്രവൃത്തി കാണുന്നത് എന്തുവാ? പരിശുദ്ധാത്മാവ് ഒരു കൂട്ടം ആൾക്കാരെ വിളിച്ചു വേർതിരിക്കുക. അനേക ജാതികളിൽ നിന്ന്, അനേക രാജ്യക്കാര്, അനേക ഭാഷക്കാര്, ഇവരെല്ലാവരും അന്ന് യെരൂശലേമിൽ വന്നിട്ടുള്ളവരെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഒരു കൂട്ടമായിട്ട് ദൈവം അവരെ വിളിച്ചു വേർതിരിച്ചു. ആ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ഇവർ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പല സമൂഹത്തിൽ നിന്നും വന്നവരാണെങ്കിലും ദൈവത്തിന് അവരെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടായിരുന്നുകൊണ്ട് ആ ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് ദൈവം അവരെ വിളിച്ചു വേർതിരിച്ച് ഒരു കൂട്ടമാക്കിയെടുത്തു. ആ ദൈവത്തിന്റെ പ്ലാനായിരുന്നു. ദൈവം സഭയെ എന്തിനു വിളിച്ചു വേർതിരിച്ചു? സഭയെ വിളിച്ചു വേർതിരിച്ച ഇതാ, ദൈവത്തിന്റെ ക്യാരക്ടർ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം. ദൈവത്തിന്റെ ക്യാരക്ടർ, ദൈവത്തിന്റെ മനോഭാവം, ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ രീതികൾ, ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ ഈ സഭ ഇവിടെ ചെയ്യണം എന്നാണ്. നമുക്കറിയാം, ഒരു ജോലി കിട്ടുവാണെങ്കിൽ നമുക്കറിയാം, ആ ജോലി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു യൂണിഫോം കാണും, ചിലപ്പോൾ ഒരു നെയിം ടാഗ് കാണും അല്ലേ, അതിൻ്റെ പല പല കാര്യങ്ങൾ കാണും. അത് മാത്രമല്ല, പലപ്പോഴും ഒരു എംപ്ലോയീസ് മാനുവൽ കാണും. ആ എംപ്ലോയീസ് മാനുവലിനകത്ത് അനേക കാര്യങ്ങൾ എഴുതിയേക്കും. എത്ര മണിക്ക് ജോലിക്ക് വരണം, എത്ര മണിക്ക് ആ ബ്രേക്ക് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര മണിക്ക് ആ ഫുഡിന് പോകേണ്ടത്, എത്ര മണിക്ക് ആ ക്ലോക്ക് ഔട്ട് ചെയ്ത് വീട്ടിൽ പോകാൻ വെക്കുന്നത്, അത് എന്തൊക്കെയാണ് നമ്മുടെ ജോലിയുടെ ടാസ്ക് എന്തൊക്കെയാണ്, എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കാണും. അപ്പോൾ ആ വ്യക്തിക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളാണെങ്കിലോ അവര് ക്ലാസ് കൊടുക്കും, പരിശീലനം കൊടുക്കും. അവരെ ആ സ്ഥാപനം ഏതാണോ അതിനെ പ്രതികരിക്കാൻ, അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉള്ള കേപ്പബിൾ ആക്കി എടുക്കും ആ വ്യക്തിയെ. അതേപോലെ ദൈവം നമ്മളെ ഒരു സമൂഹമായിട്ട് നമ്മളെ വിളിച്ചു വേർതിരിച്ചു. ദൈവത്തിന്റെ ജനമായിട്ട്, ദൈവത്തിന്റെ ഒരു കൂട്ടം ജനമായിട്ട് ദൈവം നമ്മുടെ സഭയെ വിളിച്ചു വേർതിരിച്ചു. എന്തിന്? എന്തിനാ ദൈവം വിളിച്ചു വേർതിരിച്ചത്? ഒരു വലിയ വീട് കിട്ടാൻ വേണ്ടിയാണോ? ഒരു കാറ് കിട്ടാൻ വേണ്ടിയാണോ? ഒരു ബൈക്ക് കിട്ടാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ നല്ലൊരു ബാങ്ക് ബാലൻസിന് വേണ്ടിയാണോ? എന്തിനു വേണ്ടി ദൈവം നമ്മളെ വിളിച്ചത്? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാ, സന്തോഷമുള്ള കാര്യം, അതിനൊന്നും തെറ്റുമില്ല കേട്ടോ. ഒരു വീടുള്ളതോ വണ്ടി ഉള്ളതോ ഒരു ബാങ്ക് ബാലൻസ് ഉള്ളതോ അതിന് തെറ്റൊന്നുമില്ല. അത് പാപമല്ല, തെറ്റല്ല. എന്നാൽ ദൈവം എന്തിനാ നമ്മളെ വിളിച്ചത്? ഇതിനു വേണ്ടിയാണോ? അല്ല, അതല്ല നമ്മുടെ പർപ്പസ്, നമ്മുടെ ഉദ്ദേശം അതല്ല. ദൈവം നമ്മളെ വിളിച്ചത് ദൈവത്തിന്റെ ക്യാരക്ടർ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം. എൻ്റെ സ്വഭാവം, എൻ്റെ സംസാരം, എൻ്റെ നടപ്പ്, എൻ്റെ രീതികൾ, എൻ്റെ നോട്ടം, എൻ്റെ ചിന്തകൾ എല്ലാം എന്ത് ചെയ്യണം? ഞാൻ ദൈവത്തിന്റെ ക്യാരക്ടർ റിഫ്ലക്റ്റ് ചെയ്യണം. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ ഒരു ക്യാരക്ടർ എന്താണെന്നറിയാമോ? കമ്മ്യൂണിറ്റി, ഒരു സമൂഹം, ഒരു കൂട്ടായ്മ. അത് ദൈവത്തിന്റെ ഒരു ക്യാരക്ടറാണ്. നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരെന്നുള്ള നിലയിൽ, യേശുവിനെ അനുഗമിക്കുന്നുള്ളവരുടെ നിലയിൽ, അല്ലെങ്കിൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരല്ല. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം ഞാനും ദൈവം മാത്രമെന്നുള്ള അങ്ങനത്തെ ഒരു മനോഭാവത്തിലാകാൻ പാടില്ല. നമ്മളൊരു സമൂഹമാണ്. ഞായറാഴ്ച രാവിലെ നമ്മൾ എല്ലാവരും കൂടുന്നെന്ന് പറഞ്ഞാലും ഒത്തിരി ആൾക്കാർ ഒരുമിച്ചായതുകൊണ്ട് അതൊരു വലിയൊരു കൂട്ടമാണ്, ഒരു കൂട്ടായ്മയാകുന്നില്ല. അത് വലിയൊരു സമൂഹമാണെന്ന് പറഞ്ഞാലും ഒരു കൂട്ടായ്മയല്ല. അത് നമ്മളൊരു
കൂട്ടായ്മ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തമ്മിൽ കാണുന്നതും ഒക്കെ സന്തോഷമൊക്കെയാണ്. എന്നാലും ഒരു 5-10 പേര് ഒരുമിച്ച് കൂടി ഒരു ഭവനത്തിൽ ഇരുന്ന് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഓരോ പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞ് ഷെയർ ചെയ്യുമ്പോഴുണ്ടല്ലോ, അത് വേറെ ഒരു ലെവലാണ്. അത് പ്രത്യേക ഒരു അനുഗ്രഹമായി തീരുന്നു. ഇനി നമുക്ക് വേറൊരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 20 തൊട്ട് 21 വരെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 20 തൊട്ട് 21 വരെ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുന്നവർക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും തമ്മിലാകേണ്ടതിന് തന്നെ. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി. അപ്പൊ യേശുവിന്റെ പ്രാർത്ഥന ഇതായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാര് ഒന്നായിരിക്കണം. കൂട്ടായ്മ, അത് വളരെ പ്രാധാന്യം കൊടുത്തതായി യേശു. അത് നമ്മൾ വിടാൻ പാടില്ല. അപ്പോഴ് ഒന്നാമത് നമ്മളൊരു ചോദ്യം ചോദിച്ചു, ഈ സഭ എന്തുവാ? സഭ ദൈവത്തിന്റെ ഒരു അപ്പോസ്തോലിക കൂട്ടം ആണെന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്, ഈ അപ്പോസ്തോലിക കൂട്ടം എന്ന് പറയുമ്പോൾ അതെന്തുവാ? അതിന്റെ അർത്ഥം എന്തുവാ? ദൈവം എന്തുവാ ഉദ്ദേശിക്കുന്ന? അത് മുഖാന്തരം എന്തോ ഉദ്ദേശിക്കും? ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ഒരു കൂട്ടം ആൾക്കാര് വിളിച്ചു വേർതിരിച്ചേക്കുന്നത് അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം അനുഭവിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു കൂട്ടം ആൾക്കാരാണ്. വെറുതെ ഒരു കൂട്ടം ജനത്തെ വിളിച്ചു കൂട്ടിയെന്നല്ല, എന്നാലും യഥാർത്ഥമായിട്ട് അവർ മാനസാന്തരപ്പെട്ട് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു കൂട്ടം ആൾക്കാരാണ്. അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടർ ഇതാണ്, അവരെ ദൈവം അയച്ചിരിക്കുവാണ്. അവരെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? അയച്ചിരിക്കുക. എന്തിനു വേണ്ടി? ഒരു ദൗത്യം ഏൽപ്പിച്ച് അയച്ചിരിക്കുവാണ്. അപ്പോഴ് ഈ ഒരു കൂട്ടം ആൾക്കാര് ആര്? സഭ. ഈ ഒരു കൂട്ടം ആൾക്കാര് ആര്? ഞാനും നിങ്ങളും, അല്ലേ? നമ്മള് ഒരുമിച്ച് എന്ത് ചെയ്യേണ്ടവരാണ്? യേശു ക്രിസ്തു പഠിപ്പിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കാനും, യേശു ക്രിസ്തു പ്രവർത്തിച്ച ആ പ്രവൃത്തി നമ്മൾ ചെയ്യാനും, യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ നമ്മളും നമ്മുടെ ജീവിതത്തിലും അത് പ്രവൃത്തിയിൽ കൂടെ കാണിക്കാനും ഇതാ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അപ്പോസ്തോലിക എന്നുള്ളൊരു വാക്കിന്റെ അർത്ഥം എന്തോ? അപ്പോസ്റ്റൽ അങ്ങനെ ഒരു വാക്കിന്റെ അർത്ഥം എന്തോ? അതിന്റെ അർത്ഥം ഇതാണ്, അയക്കപ്പെട്ടവൻ അല്ലെങ്കിൽ അയക്കപ്പെട്ടവര്. സെന്റ് ഔട്ട്, സെന്റ് ഫോർത്ത്. ഓക്കെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, അതിന്റെ 21-ാം വാക്യത്തില്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവ് യേശുവിനെ എങ്ങനെ അയച്ചത്? അവിടെ പോയത് കറങ്ങിയിട്ടൊക്കെ വാ എന്നാന്ന് വായിച്ചത് അല്ല. ഒരു പ്രത്യേക ഒരു ദൗത്യം, അല്ലേ? പ്രത്യേക ഒരു ദൗത്യം കൊടുത്തിട്ടാ. യേശു പലപ്പോഴും പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ഇതാ. ആൾക്കാർ പലതും പറഞ്ഞു, യേശു ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. യേശു പറഞ്ഞു, എന്നെ പിതാവ് ഇവിടെ ആക്കിയിരിക്കുന്ന ഉദ്ദേശമുണ്ട്. എൻ്റെ പിതാവിന്റെ ഇഷ്ടം ഞാൻ ചെയ്തിരിക്കും. ഓർമ്മയുണ്ടോ? പലപ്പോഴും യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തിരിക്കും. എൻ്റെ പിതാവ് എന്തിനെന്നെ അയച്ചിരിക്കുന്നോ ആ ദൗത്യം ഞാൻ നിറവേറ്റിയിരിക്കും. ദൈവം നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുവാണ് സഭ എന്നുള്ള നിലയിൽ. രണ്ടാമത്, ഈ ഒരു കൂട്ടം ആൾക്കാർ, ഈ ഒരു കമ്മ്യൂണിറ്റി വ്യക്തികൾ മാത്രമായിട്ടല്ല, വ്യക്തിത്വത്തിന് വേണ്ടി അല്ല, ഞാൻ എന്ന് കാണിക്കാൻ, മറ്റെല്ലാരെക്കാട്ടിലും ഞാൻ ആരാന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ, ഞാനൊന്ന് ഉയർന്നിരിക്കണം, ഞാനൊന്ന് ഷൈൻ ചെയ്യണം, എന്നെ എല്ലാവരും കണ്ടോ, എന്നെ എല്ലാവരും മനസ്സിലാക്കിയോ, ഞാൻ എത്ര നല്ലവനാന്ന്, ഞാൻ എത്ര മഹത്വമുള്ളവനാന്ന് എല്ലാവരും കണ്ടോ. അതല്ല ദൈവം, അതല്ല ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെന്തുവാ? ഒരു കെട്ടിടമാണോ? കെട്ടിടമെല്ലാം താൽക്കാലികമായിട്ടുള്ളതാ. എത്ര വർഷമാ? 30 വർഷമോ 50 വർഷമോ?
100 വർഷമോ? കെട്ടിടങ്ങളെല്ലാം ചില കെട്ടിടങ്ങളുണ്ട് ചിലപ്പം ഈ പാറം കൊണ്ട് അടുക്കി പണിതിട്ടുള്ളതൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ ഒത്തിരി നാൾ നൂറ്റാണ്ടുകൾ നിൽക്കുമായിരിക്കും. എന്നാലും നമ്മൾ സാധാരണ പണിയുന്ന കെട്ടിടങ്ങളൊക്കെ 10, 30, 50 വർഷം ആകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത്രയൊക്കെ ഒക്കത്തുള്ളൂ. അതിനപ്പുറം അത് നിൽക്കാൻ ഒക്കത്തില്ല. അപ്പൊ കെട്ടിടമല്ല ഈ സമൂഹം. അപ്പോഴൊന്ന് വ്യക്തികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോരാ, അതല്ല. ഞാൻ തന്നെയാണെങ്കിൽ അല്ല. കെട്ടിടമാണോ? കെട്ടിടം നല്ലതാ, നമുക്കിതൊക്കെ ഇഷ്ടമാണ്, നല്ല കെട്ടിടമൊക്കെയാ, അത് നമുക്ക് വേണം, ആവശ്യമുണ്ട് അല്ലേ? എന്നാലും ഫാനുണ്ട്, ലൈറ്റുണ്ട്, ഇതെല്ലാം ഉണ്ട്, അത് നമുക്ക് ആവശ്യമാണ്. ആൾക്കാർ ഒരുമിച്ച് കൂടാനൊക്കെ ആവശ്യമുള്ളതാണ്. എന്നാലും അതല്ല സഭ. എന്നാലും ദൈവം വിളിച്ചു വേർതിരിച്ച ഒരു കൂട്ടം ആൾക്കാർ, ഒരു കൂട്ടായ്മയാണ്. ആ വ്യക്തികൾ എന്ത് ചെയ്യാനുള്ളതാണ്? ഈ സമൂഹത്തില് ഒരു രൂപാന്തരം വരുത്തേണ്ട വ്യക്തികളാണ്. ആരാ? നമ്മള്, ഞാനും നിങ്ങളും ഓരോരുത്തരും ഈ സമൂഹത്തില് ഒരു രൂപാന്തരം വരുത്തേണ്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ശരിയല്ലയോ? അങ്ങോട്ട് ഇറങ്ങി ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുമ്പോഴോ കടയിലോട്ട് ചെല്ലുമ്പോഴോ ആരെങ്കിലും 2-3 പേര് ഒരുമിച്ച് കൂടി നിൽക്കുന്നത് കാണുമ്പോഴേ സമൂഹത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ കംപ്ലൈന്റ് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ശരിയല്ലയോ? എനിക്കും ഉണ്ട് കുറെ കംപ്ലൈന്റ്, നിങ്ങൾക്കും ഉണ്ടായിരിക്കും അല്ലേ? ഓ, ഇത് ശരിയല്ല, ഇന്നാരും കണ്ടില്ലയോ അല്ലേ? എല്ലാം തട്ടിപ്പാന്നോ? ഉണ്ട്, ഇഷ്ടംപോലെ തട്ടിപ്പുണ്ട്. തട്ടിപ്പും വെട്ടിപ്പും അല്ലെങ്കിൽ എല്ലാ പരിപാടിയും ഉണ്ട്. മനുഷ്യരെ മുതലെടുക്കുന്നത്, കൊള്ളയടിക്കുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, നമുക്ക് പറയാൻ പോലും കൊള്ളാത്ത കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ശരിയല്ലയോ? തീർച്ചയായിട്ടും നമുക്കറിയാം. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആരുമെങ്കിലും 2-3 പേരോട് ഒരുമിച്ച് കൂടി സമൂഹത്തിന്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഉടനെ കംപ്ലൈന്റ് കേൾക്കും. ഞാൻ പറഞ്ഞ പോലെ കംപ്ലൈന്റ് ഇല്ലാത്തോണ്ടല്ല, കംപ്ലൈന്റ് ഉണ്ട്. തകർന്നൊരു സമൂഹമാ, തകർന്നൊരു ലോകമാ, വീണ ഒരു ലോകം തന്നെയാണ്. എന്നാലും ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ ദേശത്ത്, നമ്മുടെ സമൂഹത്തില് ഒരു രൂപാന്തരം വരുത്താൻ. എങ്ങനെ രൂപാന്തരം വരുത്തും? നമ്മളങ്ങോട്ട് ഇറങ്ങി എല്ലാത്തിനെയും ഒന്ന് ശരിയാക്കാം? അല്ല, അങ്ങനല്ല. അങ്ങനെ രൂപാന്തരം വരുത്തുമല്ല. യേശു പറഞ്ഞല്ലോ, പിലാത്തോസിനോട് പറഞ്ഞു, എന്റെ രാജ്യം ഈ ലോകത്തിലുള്ള രാജ്യമല്ല. അങ്ങനെ അറിഞ്ഞെങ്കിൽ എൻ്റെ ശിഷ്യന്മാര് നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്തേനെ, അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാർ നിങ്ങളുമായിട്ട് എതിർത്ത് നിന്നേനെ. ഇല്ല, എൻ്റെ രാജ്യം നിങ്ങൾ ചിന്തിക്കുന്ന പോലുള്ള രാജ്യമല്ല എന്ന് യേശു പറഞ്ഞു. കാരണം ഈ ഭൂമിയിലെ ഭൗതികമായിട്ടുള്ള രാജ്യമല്ല, ദൈവരാജ്യം ഇതിനപ്പുറമുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വാളും തോക്കും കൊണ്ടൊന്നും ഇറങ്ങുന്നൊന്നുമില്ല. അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ വരുത്തുന്ന രൂപാന്തരം അങ്ങനല്ല. നമ്മൾ വരുത്തുന്ന രൂപാന്തരം ഏതാണ്? ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ ഈ ദേശത്ത് ചെയ്ത് നമ്മൾ ഈ ദേശത്തിനൊരു അനുഗ്രഹമായി തീരുക. നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾ, അവർക്ക് നമ്മൾ ഒരു അനുഗ്രഹമായി തീരുക. അവരെ നമ്മൾ ഒരു ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയുക, ഒരു ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്ക് പറയുക. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഒരു കടലോട്ട് കയറാൻ വേണ്ടിയായിരുന്നു. അങ്ങോട്ട് ഇറങ്ങി നിന്നപ്പം ഒരാളെ കണ്ടു. അദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് ഒരു തട്ടുകട, ടൗണിൽ തന്നെ ഒരു തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ പണ്ട് തൊട്ടേ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ കണ്ടു. റോഡിന്റെ അപ്പുറത്തെ സൈഡില്ല. പുള്ളി ഉടനെ കൈ കാണിച്ചിട്ട് എന്ത് ചെയ്തു? ഉടനെ തന്നെ റോഡ് ക്രോസ് ചെയ്ത് എൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു. എന്നാൽ ഞാൻ വിചാരിച്ചു ഓക്കെ, പുള്ളി ഓടി പിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് വന്നാന്നല്ലോ. കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ? ആരുടെ മതം മാറ്റുന്ന ജോലിയല്ല. ഞാൻ എന്ത് ചെയ്യാനാ? യേശുവിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദര, നിന്റെ കണ്ണ് യേശുവിലോട്ട് തിരിക്കുക. ഈ ലോകത്തില് നമുക്കൊരാശ്വാസം എങ്ങ് കിട്ടത്തില്ല. ഈ ലോകത്തിലൊരു ആശ്രയം ഇല്ല. ഈ ലോകത്തിൽ സമാധാനമോ അല്ലെങ്കിൽ സന്തോഷമോ സ്ഥിരതയോ നോക്കിയാലൊന്നും കിട്ടാനില്ല. എന്നാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ആശ്രയിക്കാമോ? നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും അത് അനുഗ്രഹമായി തീരും.
ഓരോരുത്തരെയും നമ്മൾ ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വാക്ക് നമുക്കൊന്ന് പറയാമോ? അതല്ലയോ യേശു ചെയ്തത്? യേശുവും അതേപോലെ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന വാക്കുകൾ പറഞ്ഞു. അടുത്തത്, ഈ അപ്പോസ്തോലിക സമൂഹം, അപ്പോസ്തോലിക കൂട്ടം എന്ന് പറഞ്ഞു. ഓക്കെ, ഈ അപ്പോസ്തോലിക കൂട്ടം എങ്ങനായിരിക്കണം? ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ആരാ ഈ അപ്പോസ്തോലിക കൂട്ടം? ആരാ ഈ അപ്പോസ്തോലിക സമൂഹം? നമ്മളാ, ഞാനും നിങ്ങളും. ഞാനും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അപ്പോസ്തോലിക ആ കൂട്ടമാണ്, സമൂഹമാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരാ? നമ്മൾ ആരാ? നമ്മൾ എന്ത് ചെയ്യേണ്ടി വരാ? കൊലോസ്യ ലേഖനം നമുക്കെന്നെടുക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം, അതിന്റെ 9 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപിയുമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലതായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ദൈവത്തിന്റെ സമ്പൂർണത ക്രിസ്തുവിൽ. ഈ ദൈവം എന്ന് പറഞ്ഞ ആരാ? സൃഷ്ടിതാവ്. ഈ ഭൂമിയും നമ്മൾ കാണുന്ന എല്ലാത്തിനും സൃഷ്ടിച്ച ദൈവമാണ്. അതിന്റെ ദൈവത്തിന്റെ സമ്പൂർണത ക്രിസ്തുവിൽ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ദൈവത്തിന്റെ സമ്പൂർണതയുള്ള ഈ ക്രിസ്തുവാ നമ്മളെ അയച്ചിരിക്കുന്നത്. അപ്പോസ്തോലിക കൂട്ടം അല്ലെങ്കിൽ അപ്പോസ്തോലിക സമൂഹം എന്ന് പറഞ്ഞില്ലയോ? അപ്പോസ്തോലിക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, അയച്ചവര്, പറഞ്ഞയച്ചവര്, ഒരു ദൗത്യത്തിന് വേണ്ടി പറഞ്ഞയച്ചവര്. അപ്പൊ ആരാ നമ്മളെ പറഞ്ഞയച്ചത്? വെറുതെ ആരെങ്കിലും പറഞ്ഞയച്ചതല്ല. സൃഷ്ടിതാവായ ദൈവം, ദൈവത്തിന്റെ സമ്പൂർണതയുള്ള ക്രിസ്തു നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുക, പറഞ്ഞയച്ചിരിക്കുക, ഒരു ദൗത്യം ഏൽപ്പിച്ച്. ഇനി നമുക്ക് നോക്കാം ചില ദൗത്യങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. യേശു ക്രിസ്തു ചെയ്ത ശുശ്രൂഷ പോലുള്ള ശുശ്രൂഷ നമ്മളും ചെയ്യാൻ വേണ്ടിയാണ്. അതാ ദൈവം ഉദ്ദേശിച്ചത്. ഒന്നാമത്, ദൈവം നമുക്ക് ഒരു പുരോഹിതന്റെ റോള് തന്നിരിക്കുക. God has given us a priestly role, ഒരു പുരോഹിതന്റെ റോൾ. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം നമുക്ക് വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഒരു രാജകീയ പുരോഹിത വർഗം. ഏത് വർഗമാ? രാജകീയ പുരോഹിത വർഗം. ആരാ? നമ്മള്. രാജകീയ പുരോഹിതന്മാർ. പുരോഹിതന്മാരുടെ ജോലി എന്തുവായിരുന്നു? പുരോഹിതന്മാർ ദൈവത്തിന് സെർവ് ചെയ്യുമായിരുന്നു. ദൈവത്തെ എന്ത് ചെയ്യുന്നു? അവര് ശുശ്രൂഷിക്കുന്നു. ദൈവത്തിനെ ശുശ്രൂഷിക്കുക പുരോഹിതന്മാർ. രണ്ടാമത്, ദൈവവും മനുഷ്യരും തമ്മിൽ ഇടയ്ക്ക് നിൽക്കുന്നവരായിരുന്നു പുരോഹിതന്മാർ. 2 കാര്യങ്ങൾ. ഒന്ന്, പുരോഹിതന്മാര് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നു. ഒരാൾക്ക് ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? മറ്റുള്ളവരെ സെർവ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഒരു വ്യക്തിയുടെ സെർവന്റ് ആയിട്ട്, ഒരു അടിമ പോലെ. അപ്പൊ പുരോഹിതന്മാര് അവർ ജോലി ചെയ്തായിരുന്നു ദൈവത്തിനെ സേവിക്കാൻ ഒക്കും, ദൈവത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഒക്കുമോ അത് ചെയ്യുക. നമുക്കറിയാം, യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു സ്ത്രീ ചെന്ന് യേശുവിന്റെ കാൽക്കൽ അല്ലെ സുഗന്ധ തൈലം ഒഴിച്ചു. ആ സ്ത്രീയുടെ ഉള്ളിലുള്ള സന്തോഷം കൊണ്ട് കരയുമായിരുന്നു. കാരണം യേശു ഭൂതങ്ങളെ പുറത്താക്കി, കൊടുത്ത വിടുതല്, പാപത്തിൽ നിന്ന് വിടുവിച്ചു, ജീവൻ തിരിച്ചു കൊടുത്തു. അതിന്റെ സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു? യേശുവിന്റെ പാത തന്റെ മുടിയും കൊണ്ട് തുടച്ച്, ചിന്തിക്കാനൊക്കാത്തൊരു
ഒരു യേശുവിനെ സെർവ് ചെയ്യുവാനും. സാധാരണ അന്നത്തെ കാലത്ത് സെർവന്റിന് ജോലിയാ. ഒരു അതിഥി വീട്ടിൽ വന്നാൽ ഒരു സെർവന്റ് ആയിരുന്നു നിന്ന് ആ കയറി വരുന്ന വ്യക്തിയുടെ പാത കഴുകി കൊടുക്കുന്നത്. യേശു തന്നെ അത് ചെയ്ത് അറിയാമല്ലോ. യേശു അങ്ങനെ ചെയ്തു ശിഷ്യന്മാർക്ക്, അല്ലെ? നേരെ തിരിച്ചു ചെയ്യേണ്ടതാ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മധ്യേ ഒരു സെർവന്റിനെ പോലെ ഞാൻ നിങ്ങളുടെ മധ്യേ ആയിരിക്കുന്നു. അത് യേശു കാണിച്ച പ്രവൃത്തി അങ്ങനെ തന്നെയാ. അങ്ങനെ ചെയ്താൽ ഞാനങ്ങ് കുറഞ്ഞു പോകും. അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്നെ അങ്ങ് താക്കും, മറ്റുള്ളവരെന്നെ ബഹുമാനിക്കത്തില്ല, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും. ഞാൻ ഹീനമായ പ്രവൃത്തി ചെയ്താൽ, ഞാൻ താഴ്ന്ന പ്രവൃത്തി ചെയ്താൽ, ഞാൻ സിമ്പിളായിട്ടുള്ള പ്രവൃത്തി ചെയ്താൽ അത് മറ്റുള്ളവർക്ക് ചെയ്യട്ടെന്നേ, അതിന് ഞാൻ എന്നെ കിടത്തില്ല. ഞാൻ ഉന്നതമായിട്ട് വല്ലതും ഉണ്ടോ അത് ഞാൻ ചെയ്യാം. അല്ല, യേശു കാണിച്ച എക്സാമ്പിള് നമ്മൾ മനസ്സിലാക്കണം. യേശു കാണിച്ച മാർഗം ഇതാ, സെർവന്റ് ചെയ്യുന്ന ജോലി ചെയ്യുക. അത് യേശു ചെയ്യുക. അപ്പോൾ പുരോഹിതന്മാർ എന്ത് ചെയ്യണം? ദൈവത്തെ സെർവ് ചെയ്യുക. ദൈവത്തിന് ഒരു സെർവൻ്റായിട്ട് എന്ത് ആവശ്യമുണ്ടോ ദൈവത്തിന് നമ്മൾ ചെയ്തു കൊടുക്കുക. അതാ പുരോഹിതന്മാർ. രണ്ടാമത് പുരോഹിതന്മാരുടെ ജോലി ഇതായിരുന്നു, ദൈവവും മനുഷ്യനും തമ്മിൽ ഇടയ്ക്ക് നിൽക്കുമായിരുന്നു. ഒന്ന്, മനുഷ്യരുടെ മധ്യേ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുക, ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യരെ റെപ്രസെന്റ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളായിരുന്നു പ്രവാചകന്മാരുടെ റോൾ. അപ്പൊ നമ്മൾ കേഴ്സൽ ലീഡേഴ്സിന്റെ ഒരു ട്രെയിനിങ് ആയതല്ലേ. അപ്പൊ കേഴ്സൽ ലീഡേഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾ ഓരോ വ്യക്തികളും നമ്മളെ ദൈവം അയച്ചിരിക്കുക. നമ്മൾ അയക്കപ്പെട്ട ഒരു കൂട്ടം ജനമാണ്. നമ്മൾ ദൈവത്തിന്റെ അപ്പോസ്തോലിക കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ട ഒരു കൂട്ടം ജനമാണ്. നമ്മൾ ഒരു ദൗത്യം കൊണ്ട് നമ്മളെ അയച്ചേക്കുക. അത് യേശു ചെയ്ത പോലെ തന്നെ ചെയ്യണം. ഒന്ന്, എന്ത് ചെയ്യണം? ഒരു പ്രീസ്റ്റ്ലി റോൾ, ഒരു പുരോഹിതന്മാരുടെ റോളായിരിക്കണം നമ്മൾ പ്ലേ ചെയ്യേണ്ടത്. അതെന്തൊക്കെയാ? ഒന്ന്, ദൈവത്തെ നമ്മൾ സെർവ് ചെയ്യുന്നവരായിരിക്കും. ദൈവത്തെ നമ്മളൊരു സെർവൻ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യണമോ അത് പിതാവിന് ചെയ്തു കൊടുക്കാൻ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും
കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ താല്പര്യങ്ങൾ, ദൈവത്തിന്റെ ആഗ്രഹം എന്തൊക്കെയാണോ അത് ജനങ്ങളെ അറിയിക്കുക. ദൈവത്തിന്റെ വഴികൾ ജനങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നത്. അത് പ്രവാചകന്മാർ അന്ന് ജനങ്ങൾ അവരിഷ്ടപ്പെടാനും പോയി. ഇസ്ലാം മക്കൾ പ്രത്യേകിച്ച് ഇസ്ലാം മക്കൾ അവരെന്ത് ചെയ്തു? അവരിഷ്ടപ്പെടാനും ജീവിച്ചു, അവരിഷ്ടപ്പെടാനും പ്രവർത്തിച്ചു. പ്രവാചകന്മാർ എന്ത് ചെയ്തു? പ്രവാചകന്മാർ ദൈവത്തിന്റെ വഴികൾ കാണിച്ചു. നമ്മൾ ഒരു പ്രവാചക ശുശ്രൂഷ എന്ന് കാണുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ഹിതമോ, ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അതിനെ ലയനത്തിയാക്കി നമ്മൾ ജനത്തെ ഈ ലോകത്തെ ചലിച്ചിരിക്കും. നമ്മൾ ലോകത്തെ ചലിച്ചിട്ടുള്ള ദൈവത്തിന്റെ പ്ലാൻ ഇതാണ്. എത്ര പേരുടെ സ്വീകരിക്കും? എത്ര പേരുടെ ദൈവത്തിന്റെ പ്ലാൻ താല്പര്യമുള്ളൂ? നമ്മൾ ദൈവത്തിന്റെ പ്ലാൻ മറ്റുള്ളവർ അറിയിക്കണം. ദൈവത്തിന്റെ ദൗത്യം, ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ കുറിച്ചുള്ള അവരെ അറിയിക്കാൻ വേണ്ടി ഒരു പ്രൊഫൈറ്റ് റോളാണ് പ്രവാചകന്മാർ. അപ്പോസ്തലരുടെ രണ്ടാമത്തെ വായിക്കുക. അപ്പോസ്തലരുടെ പ്രവൃത്തി രണ്ടാമത്തെ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. ഈ ലിസ്റ്റ് കണ്ടോ? ആ ലിസ്റ്റിനകത്ത് പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അല്ലേ? ദാസന്മാരും ദാസിമാരും കംപ്ലീറ്റ് എല്ലാവരും ഉണ്ട്. അന്ത്യകാലത്ത് എന്ത് ചെയ്യും? ആത്മാവിനെ പകരും. പരിശുദ്ധാത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ അന്ത്യകാലത്ത് നമുക്ക് തരും. തന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ആൺമക്കളും പെൺമക്കളും പ്രായമുള്ളവരും അപ്പച്ചന്മാരും അമ്മച്ചിമാരും ദാസന്മാരും ദാസിമാരോ ആരൊക്കെ ഉണ്ടോ എല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്യും? പ്രവചിക്കും. അന്നത്തെ കാലത്ത് ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ഇത് പ്രവചനം എന്ന് പറഞ്ഞാൽ ഇതാണ്, ദൈവത്തിന്റെ ഹിതം ജനങ്ങളെ അറിയിക്കുക. ദൈവത്തിന്റെ പ്ലാനും പദ്ധതി എന്തുവാണോ അത് ജനത്തെ അറിയിക്കുക. അത് ആ പ്രവചനം. ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും ദൈവവചനത്തെ നമ്മൾ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രവാചകന്മാരുടെ റോൾ അതാണ്. അപ്പൊ കേഴ്സൺ ലീഡേഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾ ഓർക്കുക, നമ്മൾ ദൈവവചനത്തെ നമ്മൾ ക്ലോസ് ആയിട്ട് പിടിക്കുക. ദൈവവചനം മറ്റുള്ളവരെ അറിയിക്കാനും മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാന് നമ്മുടെ സ്വന്തം അഭിപ്രായത്തെക്കാട്ടിലും ദൈവവചനം എടുത്തു കൊടുത്ത് അവരെ ബലപ്പെടുത്തുക. ആരെങ്കിലും ഭാരത്തിലാണോ? ഭാരത്തിലായിരിക്കുന്നവരെ ബലപ്പെടുത്താൻ വേണ്ടിയുള്ള വാക്യങ്ങളെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ആ വാക്യം കൊടുത്തിട്ട് പറഞ്ഞ, സഹോദര സഹോദരി ഇത് വായിക്കുക, ദിവസം 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇത് വായിക്കുക, ഇത് ധ്യാനിക്കുക, ഇത് ചിന്തിക്കുക, പ്രാർത്ഥിക്കുക, ദൈവസ്ഥലിൽ ഇരിക്കുക. ഈ ഇന്ന വാക്യങ്ങൾ വായിച്ച് ദൈവസ്ഥലിൽ കുറേ സമയം ഇരിക്കാൻ പറ.
ആത്മഹത്യക്ക് റെഡിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ പാപത്തിന്റെ വക്കിൽ നിൽക്കുന്ന വ്യക്തിയാണോ? അല്ലെങ്കിൽ മാനസികമായിട്ട് തകർച്ച അനുഭവിക്കുന്ന വ്യക്തിയാണോ? അല്ലെങ്കിൽ ശരീരത്തിൽ രോഗം അനുഭവിക്കുന്ന വ്യക്തികളാണോ? അതേ ജോലി നഷ്ടപ്പെട്ടവരാണോ? സാമ്പത്തികമായിട്ട് കടഭാരത്തിലായിരിക്കുന്ന വ്യക്തികളാണോ? ഏതൊക്കെ സമൂഹത്തിൽ പ്രശ്നമായിരിക്കുന്നവരാണോ? ബന്ധങ്ങൾ തകർന്നിരിക്കുന്ന വ്യക്തികളാണോ? ഏതൊക്കെ പ്രോബ്ലമോ തകർച്ചയുള്ള വ്യക്തികളാണോ? അതിന് തക്കതായിട്ടുള്ള വാക്യങ്ങള്, ദൈവവചനം, അങ്ങനെയുള്ളവരോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ അതെടുത്തിട്ട് അത് കൊടുക്കുക. ഇത് വായിക്കുക, ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ, ഇത് നിങ്ങൾ എല്ലാ ദിവസവും വായിക്കുക. ഇന്ന വാക്യങ്ങൾ ഒരു ലിസ്റ്റ് കൊടുക്കുക. മനസ്സിലായോ? ഇതിന്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് പറ, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഇത് വായിക്കുക, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരം ഇത് വായിക്കുക, ധ്യാനിക്കുക. ധ്യാനിച്ചിട്ട് ദൈവം നിങ്ങളോട് എന്തൊക്കെ സംസാരിക്കുന്നുണ്ടോ അത് എഴുതുക. വേണമെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റിക്ക്, ഒരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകാൻ വേണ്ടി ചെയ്യാൻ ഒക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അവരോട് പറയാം, ഇത് എല്ലാ ദിവസവും വായിച്ചിട്ട് അതിൻ്റെ ഒരു പ്രതികരണം, അതിൻ്റെ ഒരു റെസ്പോൺസ്, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളും നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾ ഒരു സെന്റൻസ് മതി ഒന്ന് എഴുതിയിട്ട് എനിക്ക് അയച്ചതാ. കേഴ്സലിലുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ ഗൈഡ് ചെയ്യുന്ന വ്യക്തികൾ, നിങ്ങൾ മറ്റുള്ളവരെ ബലപ്പെടുത്തുക, ധൈര്യപ്പെടുത്തുക, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, മറ്റുള്ളവരെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ അവരെ ഇരുത്തി വഴക്ക് പറയുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? വഴക്ക് പറയാൻ ഇഷ്ടംപോലെ കാണും, എന്നാലും അതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ദൈവവചനം കൊടുക്കുക. കുഞ്ഞെ, വചനത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ന വാക്യം, ഈ അധ്യായം, ഇന്ന വാക്യം നീ വായിക്കുക, എല്ലാ ദിവസവും വായിക്കുക. അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് മുഴുവനും എല്ലാ ദിവസവും വായിച്ചിട്ട്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓരോ അധ്യായം വായിക്കുക. അതിനകത്ത് നിന്നെ ഏറ്റവും ചിന്തിപ്പിക്കുന്ന ഒരു വാക്യം എടുത്തിട്ട് അതിനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ദൈവം നിന്നോട് എന്ത് സംസാരിക്കുന്നോ അതിന്റെ പ്രതികരണമായിട്ട് ഒരു സെന്റൻസ് ഒന്ന് എഴുതുക. പിന്നെ ഒരു അക്കൗണ്ടബിലിറ്റി, ഒരു ഉത്തരവാദിത്ത ബോധം വരാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറയാം? അവരോട് പറയാം, എനിക്ക് നീ ഒരു SMS ആയിട്ട് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ആയിട്ട് നീ എല്ലാ ദിവസവും അത് അയച്ചതാ. ഒരു അക്കൗണ്ടബിലിറ്റി ആയി മറ്റുള്ളവരെ ബലപ്പെടുത്താനും മറ്റുള്ളവരെ താങ്ങാനും മറ്റുള്ളവർക്ക് ഒരു ധൈര്യമായിരിക്കാൻ വേണ്ടിയും എന്ത് ചെയ്യണം? ദൈവാനും കൊടുക്കുക. പ്രവാചകന്റെ റോള് ഇതായിരുന്നു. പ്രവാചകന്റെ റോൾ ഇതായിരുന്നു. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്ലാൻ ജനങ്ങളെ അറിയിക്കുക. അതായിരുന്നു പ്രവാചകന്മാരുടെ റോൾ. അല്ലേ? പഴയ നിമിത്തം നോക്കിയാൽ മതി, അതാ പ്രവാചകന്മാർ ചെയ്തത്. അപ്പോൾ ഒന്നാമത്, ഈ അപ്പോസ്തോലിക സമൂഹം എങ്ങനെയൊക്കെ ആയിരിക്കണം? ആദ്യം ഒരു പ്രീസ്റ്റ്ലി റോൾ ഉണ്ട്, പുരോഹിതന്റെ ഒരു റോൾ. ദൈവവചനം നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ് നമ്മളെന്നാ പറഞ്ഞേക്കുന്നത്, അല്ലേ? അപ്പൊ പുരോഹിതന്മാരെന്ത് ചെയ്തു? രണ്ട് കാര്യം ചെയ്തു, അല്ലേ? ഒന്ന്, അവര് ദൈവത്തെ ശുശ്രൂഷിച്ചു. ഒരു ദാസൻ എന്നുള്ള ലെവലില് ദൈവത്തെ അവര് ശുശ്രൂഷിക്കുന്നവര്, ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്നവര്. വേറെ ആരും ചെയ്തില്ലാലും ഒരു കുഴപ്പമില്ല, ഞാൻ മറ്റുള്ളവർ നോക്കുന്നില്ല, ഞാൻ യേശുവിന്റെ പാദം ചുംബിക്കുന്ന വ്യക്തിയായിരിക്കട്ടെ, ഞാൻ യേശുവിന്റെ പാദം കഴുകുന്ന വ്യക്തിയായിരിക്കട്ടെ, യേശുവിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡി ആയിരിക്കുന്നത്. ഏറ്റവും ഹീനമായിട്ടുള്ളത്, ഏറ്റവും സിമ്പിളായിട്ടുള്ള, ആരും കാണാത്ത, ആരും അറിയാത്ത ജോലിയാണെങ്കിലും ഞാൻ ചെയ്തോളാം. ആരും എന്നെ അറിയേണ്ട ആവശ്യമില്ല, ഞാൻ അറിയപ്പെടേണ്ട ആകേണ്ട ആവശ്യമില്ല, ഞാൻ യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോളാം. അങ്ങനത്തെ ഒരു മനോഭാവം. രണ്ടാമത്, പുരോഹിതന്മാർ ചെയ്തതാണ് മനുഷ്യർക്ക് വേണ്ടി ഇടവിൽ നിൽക്കുമായിരുന്നു. മനുഷ്യരും ദൈവവും തമ്മിൽ ഇടവിൽ നിൽക്കുമായിരുന്നു. മനുഷ്യരെ ദൈവത്തിന്റെ സന്നിധി റെപ്രസെന്റ് ചെയ്യുവാൻ, ദൈവത്തെ മനുഷ്യരെ റെപ്രസെന്റ് ചെയ്യുവാൻ തമ്മിൽ ഇടവിൽ നിൽക്കുന്ന ഒരു ജോലിയായിരുന്നു. രണ്ടാമത്, ഒരു പ്രൊഫറ്റിക് റോൾ, ഒരു പ്രവാചകന്റെ റോളായിരുന്നു ഉണ്ടായിരുന്നു. പ്രവാചകന്റെ ജോലി എന്തായിരുന്നു? പ്രവാചകന്മാർ ചെയ്തതായിരുന്നു ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും ജനങ്ങളെ അറിയിക്കുമായിരുന്നു. അതായിരുന്നു പ്രവാചകന്റെ റോൾ. മൂന്നാമത്, ഒരു രാജകീയ പദ്ധതിയാണുള്ളത്, എ കിങ്ലി റോൾ, രാജകീയ പദ്ധതി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം വായിക്കാം. ജെനസിസ് 1:28, ഉൽപ്പത്തി 1:28 വാക്യം. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദൈവം ആദാമിനും ഹവ്വായ്ക്കും കൊടുത്ത ദൗത്യം ഇതാണ്, നീ വാഴണം.
എല്ലാത്തിനും മേൽ നീ വാഴണം. It's a kingly role to rule, to have dominion. ദൈവം കൊടുത്ത റോളാണ്. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ഭൂമിയിൽ നമ്മുടെ ഉള്ള ദൈനംദിന ജീവിതത്തിൽ നമ്മളൊരു രാജാവായിട്ട് നമ്മൾ തോന്നാറുണ്ടോ, അതോ ഒരു അടിമ പോലാണെന്ന് തോന്നുന്നു? പലപ്പോഴും നമ്മുടെ മനോഭാവത്തിനൊരു പ്രശ്നം കൂടാ. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതാ ആദാമിനും ഹവ്വായും പറഞ്ഞത്, അത് നമുക്കും ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. എങ്ങനെ ദൈവം ആദാമിനും ഹവ്വായിക്കും ഈ ഭൂമിയുടെ മേൽ അധികാരം കൊടുക്കാൻ നോക്കുന്നത് എങ്ങനെയാ? ഓർത്തോണം, ഈ ഭൂമിയുടെ മേൽ ആർക്കാ അധികാരമുള്ളത്? ദൈവത്തിനാ. അത് എങ്ങനെ ദൈവത്തിന് അധികാരം കിട്ടി? ദൈവം സൃഷ്ടിതാവാ. ദൈവം സൃഷ്ടിതാവായതുകൊണ്ട് അധികാരം മുഴുവൻ ദൈവത്തിന്റെ അധികാരത്തില, വേറെ ഒന്നുമില്ല. അത് ഇഷ്ടമില്ലാത്ത മനുഷ്യർ കാണും, സാരമില്ല, അവർക്ക് ഇഷ്ടപ്പെടണ്ട. ഇഷ്ടപ്പെട്ടില്ലേലും അധികാരം ദൈവത്തിന്റെയാ. അവരെത്ര എതിർത്താലും, അവർക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ലാലും ദൈവത്തിന്റെ അത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വാച്ച് ചെയ്യുമായിരുന്നു. ഒരു എയ്ത്തിയിസ്റ്റാ, പുള്ളി ഒരു നിരീശ്വരവാദിയാ. ഞാനത് കേൾക്കുമ്പോഴെല്ലാം ഞാൻ പല എയ്ത്തിയിസ്റ്റിന്റെ പുസ്തകങ്ങൾ വായിക്കുകയും അവരുടെ വീഡിയോ കാണുകയും അവരുടെ ലെക്ചേഴ്സ് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴെല്ലാം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്: ഇവരുടെ ഒരു ദൗത്യം ഇതേ ഉള്ളൂ, ദൈവത്തെയും ദൈവമക്കളെ എതിർക്കുക. അവരെ കളിയാക്കി പറയും, അവർ താത്ത് കെട്ടി പറയുകയൊക്കെ. പുള്ളി കുറേ കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞു. ചരിത്രത്തിൽ ഇത് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു പറഞ്ഞ ചരിത്രത്തിന്റെ പല കാര്യങ്ങളും ചരിത്രം പോലല്ല, അത് ആക്ച്വൽ തെറ്റാ പറഞ്ഞത്. എന്നിട്ടും കുഴപ്പമില്ല, അങ്ങ് ഒരു ഇന്നാക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാലും അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതാണ്. ദൈവത്തെ ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം തന്നെ അധികാരത്തിലായിരിക്കുന്നു. അതിനെ നമ്മൾ ആരും ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. ഈ പുള്ളി ആരാന്നേലും പറഞ്ഞ എത്ര വർഷം കിട്ടും ഈ ലോകത്തിൽ? 70 ഏറെയാലും 80 വർഷം. അത്ര നാള് എന്ന് ദൈവത്തെ ഇങ്ങനെ വെല്ലുവിളിക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും പുള്ളി? എങ്ങോട്ട് പോവാ? അത് കഴിഞ്ഞിട്ട് ഇപ്പോട്ട് പോവാ. ബാക്കി മനുഷ്യർ പോയതുപോലെ പോവാല്ലയോ? ഇതിനൊന്ന് നമ്മള് എല്ലാത്തിനും ഒന്ന് വില കൊടുക്കല്ലേ. മനസ്സിലായി? ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, കൊള്ളാം. പുള്ളി ഇങ്ങനെയൊക്കെ പറയുന്നു. എന്നാലും എത്ര നാൾ ജീവിക്കാനാ? നമ്മൾ ഓരോരുത്തരും എത്ര നാൾ ജീവിക്കാനാ? നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകേണ്ടി വരാം. എന്നാലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, വാഴാൻ തന്നിരിക്കുക ഒരു കിങ്ലി റോൾ. ദൈവത്തിന്റെ റോൾ നമ്മൾ എങ്ങനെ വാഴണം? മറ്റുള്ളവരുടെ മേൽ അധികാരം എടുക്കാനൊന്നും അല്ല. എന്നാലും സാത്താന്റെ സൈന്യവും ഈ ലോകത്തെ പിടിച്ചെടുത്തിരിക്കുക. പാപം മുഖാന്തരം, പാപത്തിൽ കൂടെ പിടിച്ചിരിക്കുക. നമുക്കൊരു കിങ്ലി റോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മൾ ഈ സാത്താന്റെ പ്രവൃത്തിയെ നമ്മൾ അറസ്റ്റ് ചെയ്യുക ചെയ്യേണ്ടത്. ഈ സാത്താന്റെ പ്രവൃത്തികളെ നമ്മൾ ബ്ലോക്ക് ചെയ്യുക ചെയ്യേണ്ടത് ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ ആത്മാവിനാണ്. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും ലോകം മുഴുവൻ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സാക്ഷികളായിരിക്കാണ്. അപ്പൊ ശക്തി ലഭിച്ചവരാ. എന്തിനു വേണ്ടി ശക്തി ലഭിച്ചു? വാഴാനുള്ള ശക്തി ദൈവം നമുക്ക് തന്നിരിക്കുവാണ്. എന്തിനു മേൽ വാഴാന്? ഈ ലോകത്തിൽ ആക്ച്വലി ദൈവം വാഴേണ്ടതിന് പകരം സാത്താന്റെ പ്രവൃത്തിയാ. സാത്താൻ വാഴുന്നു. അതുകൊണ്ടല്ലേ ഈ ലോകത്തിൽ ഇത്തരം തകർച്ച നമ്മൾ കാണുന്നത്. സ്തോത്രം. അതുകൊണ്ട് സാത്താന്റെ പ്രവൃത്തിയുടെ മേൽ അധ്യാനം എടുക്കേണ്ടത് ആരാ? ദൈവമക്കളാണ്. നമ്മൾ വാഴേണ്ടവരാണ്. രോഗവും ഭാരവും പ്രയാസവും ഇതെല്ലാം കാണുമ്പോഴുണ്ടല്ലോ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ അതിൻ്റെ മേലെ അധികാരം എടുക്കുക. യേശുവിന്റെ നാമത്തിൽ ആ രോഗത്തിന്റെ മേലെ അധികാരം എടുക്കുക. ഭൂതം ബാധിച്ചവരാണോ? യേശുവിന്റെ നാമത്തിൽ ആ ഭൂതത്തിന്റെ മേലെ അധികാരം എടുക്കുക. അറിയാമോ, യേശുവിന്റെ ശുശ്രൂഷയില് എത്ര പ്രാവശ്യമാ രോഗസൗഖ്യം കൊടുത്തപ്പോൾ അതിന്റെ പിന്നാലെയുള്ള പൈശാചിക ശക്തിയെ യേശു പുറത്താക്കി. എത്ര പ്രാവശ്യം വായിച്ചു നോക്ക്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങൾ നിങ്ങളൊന്ന് വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്ക്. വായിച്ചിട്ട് ശ്രദ്ധിച്ചാൽ മതി.
മത്തായി തൊട്ടൊന്ന് വായിച്ചു തുടങ്ങുക, ഒന്നുകൂടെ ഒന്ന് വായിക്കുക. വായിച്ചിട്ട് ശ്രദ്ധിച്ചു നോക്കുക. ഓരോ പ്രാവശ്യവും യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ എത്ര പ്രാവശ്യം ആ രോഗത്തിന്റെ പിന്നാലെയുള്ള ഭൂതത്തെ പുറത്താക്കി നോക്ക്. എല്ലാ രോഗങ്ങളും ഭൂതമാണെന്ന് പറയുവാന്നോ? അല്ലല്ലോ, അങ്ങനല്ല. രോഗത്തെ ശാസിക്കണം, രോഗത്തെ സൗഖ്യമാക്കുക. എന്നാലും വായിച്ചു നോക്ക്, യേശു എത്ര പ്രാവശ്യം രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ അതിന് പിന്നാലെയുള്ള പൈശാചികമായിട്ടുള്ള ശക്തികളെ പുറത്താക്കി നോക്ക്. നമുക്കൊരു രാജകീയമായ റോളുണ്ട്, രാജകീയമായ പദ്ധതിയുണ്ട്. 3 കാര്യം നമ്മൾ പറഞ്ഞില്ലേ. ഒരു അപ്പോസ്തോലിക സമൂഹം എന്നുള്ള നിലയിൽ 3 ദൗത്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. 1 ഒരു പുരോഹിതന്റെ ദൗത്യം, 2 ഒരു പ്രവാചകന്റെ ദൗത്യം, 3 ഒരു രാജാവിന്റെ ദൗത്യം. രാജകീയ പ്രവൃത്തി ഈ ദേശത്ത് ചെയ്യേണ്ടതാണ്. വാഴാൻ വേണ്ടി സാത്താന്റെ പ്രവൃത്തിനെതിരെ നമ്മൾ വാഴുക. നമ്മൾ ഈ സമൂഹത്തിൽ കയറി വാഴാൻ പോകണമെന്ന് വലിയ അത്യാവശ്യമല്ല, അതല്ല ഉദ്ദേശിക്കുന്ന. ഇത് സമൂഹത്തിൽ നമുക്ക് പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ചീഫ് മിനിസ്റ്റർ ഒക്കെ ഉണ്ട്. അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്തോട്ടെ. അതും ദൈവം അവരെ ദൈവം അവരെ ആക്കിയെന്നാണ് ദൈവം അതിനകത്ത് പറഞ്ഞേക്കുന്ന. അവർ ചെയ്യേണ്ട ജോലിയൊക്കെ ചെയ്തോട്ടെ. നമ്മൾ അവരെ എതിർക്കാനല്ല, നമ്മൾ അവർക്ക് അനുകൂലമായിട്ട് നിന്ന് അവർക്കൊരു സപ്പോർട്ടായിരിക്കേണ്ടത് ദൈവമാക്കണം കേട്ടോ. ഇങ്ങനെയുള്ളവരെ നമ്മൾ എതിർക്കുമല്ല, അവർക്കൊരു സപ്പോർട്ടും ഒരു താങ്ങുമായിരിക്കേണ്ടത് ദൈവമാക്കണം. എന്നാലും ഈ ഭൂമിയില്, ഈ ലോകത്തില്, ഈ സമൂഹത്തില് സാത്താന്റെ പ്രവൃത്തികളെ നമ്മൾ എതിർക്കേണ്ടതാണ്. അതിൻ്റെ മേൽ നമ്മൾ വാഴണം. ആത്മീയ തലത്തില്, ആത്മീയ മണ്ഡലത്തില് നമ്മൾ വാഴേണ്ടവരാണ്. അതാ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് വളരെ പ്രാധാന്യപ്പെട്ടതാണ്. നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ അപ്പോസ്തോലിക സമൂഹം അല്ലെങ്കിൽ അപ്പോസ്തോലിക കൂട്ടം, അപ്പോസ്തോലിക് കമ്മ്യൂണിറ്റി അല്ലെ, അയക്കപ്പെട്ട ഒരു കൂട്ടമാണ്. അയക്കപ്പെട്ട ഒരു കൂട്ടമാണ്, ദൈവത്തിന്റെ ദൗത്യം കൊണ്ട് അയക്കപ്പെട്ടിരിക്കുക. അപ്പൊ നമ്മൾ കേഴ്സൺ ലീഡേഴ്സിന്റെ ആ ഒരു പദ്ധതി വെച്ചാണ് നമ്മൾ ഈ പറയുന്നത്. കേഴ്സൺ ലീഡേഴ്സിനെ കുറിച്ചുള്ള ഒരു പദ്ധതി അല്ലേ. അപ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കണം ഈ അപ്പോസ്തോലിക കൂട്ടം, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, നമ്മളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊന്ന് പറയാം. 1, നമുക്ക് ദൈവം ഒരു വലിയൊരു ദൗത്യം തന്നിരിക്കുന്നു. അതിന് പറയുന്ന ഒരു ഗ്രേറ്റ് കമ്മീഷൻ. വലിയൊരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ വായിച്ചോ, ശ്രദ്ധിച്ചോ. ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഏകമധ്യപ്പെട്ടാൽ. ഒന്നുകൂടെ നോക്കിയാല് മത്തായി 28, 19-ഉം 20-ഉം. മത്തായി 28. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഓക്കെ, സകല ജാതികളെയും ശിഷ്യരായി. അതിനൊരു പ്രോമിസ് ഉണ്ട് അല്ലേ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ട് അല്ലേ. അത് വായിക്കാൻ അവസരം കിട്ടി. അതിന് മുമ്പേ ഞാനങ്ങ് സംസാരിച്ചു. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? സകല ജനത്തെ എന്ത് ചെയ്യണം? ശിഷ്യരാക്കണം. എങ്ങനെ ശിഷ്യരാക്കണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കണം. 1. 2, യേശു നമ്മൾ പറഞ്ഞു തന്നതെല്ലാം, യേശു പ്രമാണിച്ചതൊക്കെയും നമ്മൾ അനുസരിക്കാൻ പഠിപ്പിക്കണം. ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ ആരാധനയിൽ നാളെ രാവിലെ കേഴ്സണിനെ കുറിച്ച്, ശിഷ്യത്വത്തെ കുറിച്ചും പഠിപ്പിക്കുന്നതായിരിക്കും നാളെ രാവിലെ. ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യന്മാരുടെ കുറിച്ചുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് യേശു ക്രിസ്തു. അതിനകത്ത് ചില കാര്യങ്ങൾ നാളെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഒരു ഗ്രേറ്റ് കമ്മീഷൻ വലിയൊരു ദൗത്യം നമുക്ക് തന്നിരിക്കുന്നു. ഗ്രേറ്റ് കമ്മീഷൻ, ശിഷ്യന്മാരാക്കാൻ.
അതിനർത്ഥം പഠിക്കുന്ന ഒരു ലേണർ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയാൻ ട്രെയിനി, അപ്രന്റിസ്, ഡിസൈപ്പിൾ. യേശുവിന്റെ ശിഷ്യനാകുമ്പോൾ നമ്മൾ യേശുവിനെ അനുഗമിക്കുകയും യേശുവിൽ നിന്ന് പഠിക്കുകയും ചെയ്തിരിക്കുക. നമ്മൾ ക്രിസ്ത്യാനികളെ ആൾക്കാർ പറയും യേശുവിന്റെ ശിക്ഷ, യേശുവിൽ നിന്ന് നമ്മൾ പഠിക്കുക, യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണ്. ഒന്ന്, we need to grow in the truth like this. യേശുവിനെ പോലെ നമ്മൾ വളരണം. യേശുവിനെ വളരണം, യേശുവിനെ സംസാരിക്കണം, യേശുവിനെ പ്രവർത്തിക്കണം, അതേപോലെ നമ്മൾ നോക്കണം. അടുത്തത് ശിഷ്യന്മാരെയാണ്. അടുത്തത് യേശു ചെയ്ത പ്രവർത്തനം ഈ ലോകം പിന്നെ ചെയ്യും. യേശുവിന്റെ അനേക സമാധാനം, ആഹാരം നൽകും, രോഗിയുടെ സൗഖ്യം, ഭൂതങ്ങളുടെ തൊട്ട, പാവം ക്ഷമിച്ചു, ആരെയും കുറ്റം ലഭിക്കാതെ അവരെ ക്ഷമിക്കുക. യേശുവിനെ എതിർത്തവരാണ്, യേശുവിനെ കൊന്നവരാണ്, അവരോട് യേശു ചെയ്തു ക്ഷമിക്കുക ചെയ്തു. ക്രൂശിൽ മരിക്കാൻ വേണ്ടി കിടക്കുമോ അപ്പോഴും യേശു അങ്ങനത്തെ ഒരു മനോഭാവമാണ്. അടുത്തത് നമ്മള് എല്ലാ ദൈവഭക്തരുമായും ഒരു ഐക്യത ഉണ്ടാക്കുക, സ്നേഹത്തോട് ഐക്യത ഉണ്ടാക്കുക. മറ്റുള്ളവർക്ക് നമ്മളെ താല്പര്യമില്ലയോ സാരമില്ല, ക്ഷമിക്കുക, സ്നേഹിക്കുക. മറ്റുള്ളവരെ നമുക്ക് ഇഷ്ടമല്ലയോ സാരമില്ല, ക്ഷമിക്കുക, സ്നേഹിക്കുക, വിട്ടുകളയാം. വ്യത്യാസങ്ങൾ എന്തൊക്കെയുണ്ടോ ആ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവരെ സ്നേഹിക്കുക, അവരെ ക്ഷമിക്കുക, അവരെ കരുതുക. ഒന്ന് എന്ന് കരുതി ഒരുമിച്ച് ക്ഷമിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക. അത് അതിൽ നമ്മൾ അതൊക്കെ നമുക്ക് പല കാലം വിട്ടുകൊടുക്കാൻ പറ്റും. ശരിയല്ല, അവർ ഇന്നാലും ഇങ്ങനെയൊക്കെ സംസാരിക്കണം, ഇന്നാലും ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ, ഇന്നാലും ഇങ്ങനെയൊക്കെയാണ് ദൈവത്തിന് ഇങ്ങനെയൊക്കെയാണ് ക്ഷമിച്ചത് വിട്ട് സാരം എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇല്ല, ഒരു കുടുംബം പെർഫെക്റ്റ് അല്ല. ഞാൻ എന്ത് ചെയ്തു? സ്നേഹിക്കുന്നു, കരുതുന്നു, ഒരുമിച്ച് പോകുന്നു. ഓരോരുത്തരും മുതലാക്കാൻ വീഴ്ചയും തകർച്ചയും അദ്ദേഹത്തിന് അറിയാം. അവിടെ ഒന്ന് നമുക്ക് വലിയൊരു കമ്മീഷൻ വലിയൊരു ദൗത്യം ആ ദൗത്യം എല്ലാവരും ശിഷ്യനാണ്. പിന്നെ എന്തുവരെ ശിഷ്യന്മാർ? ലേണേഴ്സ്, അപ്രന്റീസ്, പഠിക്കുന്നവർ, യേശുവിൽ നിന്ന് പഠിക്കുന്നവരാണ്. യേശുവിനെ പോലാണ്, യേശുവിനെ പോലെ പ്രവർത്തിക്കാൻ, യേശുവിനെ പോലെ ചിന്തിക്കാൻ, യേശുവിനെ പോലുള്ള സ്വഭാവം, യേശുവിനെ പോലെ മനോഭാവം, യേശുവിനെ പോലുള്ള ചിന്തകൾ. അപ്പൊ എന്റെ സ്വഭാവം മാറ്റി വയ്ക്കണം, അപ്പൊ എന്റെ മനോഭാവം മാറ്റി വയ്ക്കണം, എന്റെ താല്പര്യങ്ങൾ മാറ്റി വയ്ക്കണം, എന്റെ ഫോക്കസ്, എന്റെ ചിന്തകളൊക്കെ നമ്മളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിന് യേശുവിനെ ആഗ്രഹിക്കുന്നത്. അപ്പോഴ് എങ്ങനെ ശിഷ്യന്മാരെ വാർത്തെടുക്കാം? എങ്ങനെ നമ്മൾ ശിഷ്യന്മാരെ വളർത്തിയെടുക്കാം? ശിഷ്യന്മാരെ വളർത്തിയെടുക്കാന് പലപ്പോഴും ഒരു സഭയില് ഈ ചെറിയ ചെറിയ കൂട്ടങ്ങൾക്കാണ് ഏറ്റവും അത് ഫലപ്രദമാവുന്നത്. ചെറിയ ചെറിയ കൂട്ടായ്മകളിലുണ്ടല്ലോ ശിഷ്യന്മാരെ വളർത്തിയെടുക്കാൻ ഒക്കും. അതെങ്ങനെ? മറ്റുള്ളവരെ പഠിപ്പിക്കാം, യേശുവിനെ പോലായിത്തീരാൻ മറ്റുള്ളവർ പഠിപ്പിക്കാൻ, യേശുവിന്റെ സ്വഭാവം ഏറ്റെടുക്കാൻ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കാം. പിന്നെ യേശുവിന്റെ സ്വഭാവം നമ്മളിലും മറ്റുള്ളവരും ആയി വരാനും കൂടെ ഒരു അവസരമാണ്. ചോദിക്കട്ടെ,
ഞായറാഴ്ച രാവിലെ നമ്മൾ ഒരുമിച്ച് ആരാധനയ്ക്ക് കൂടുന്നുണ്ട്. ഈ സമൂഹത്തിൽ എത്ര പേരുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ? ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ചേർന്ന് പോകാനൊക്കാത്ത ആരെങ്കിലും കാണുമോ? ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. മാസങ്ങൾ സംസാരിച്ചിട്ടില്ലാത്ത, മാസങ്ങൾ പോട്ടെ, ഈ കോവിഡ് മാത്രം ലോക്ക്ഡൗണും ഒക്കെ ആയിട്ട് സംസാരിച്ചില്ല എന്ന് പറയാം, അത് പോട്ടെ. ചില വർഷങ്ങളായിട്ട് സംസാരിക്കാത്ത ആൾക്കാരുണ്ടോ എല്ലാ ഞായറാഴ്ച ഇവിടെ വന്ന് കൂടിയിട്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അത് കാണാത്തോണ്ടല്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ഇവർ ശരിയല്ല, അവർ ശരിയല്ല, ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെയാണ്. എന്നാലും അതുകൊണ്ട് ഒരു സമൂഹം എന്ന് പറഞ്ഞ്, ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ഒരുമിച്ച്, ഇത്രയും പേര് ഒരുമിച്ച് കൂടി ആരാധിച്ചിട്ട് പോവാം. തമ്മിൽ തമ്മിൽ നോക്കുകയും ചെയ്യേണ്ട ഒന്നും വേണ്ട, അല്ലേ? ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോവാം. എന്നാലും ഒരു ചെറിയ കൂട്ടമായിട്ട് ഇരിക്കുവാണെങ്കിലോ, 5 or 10 പേര്, 15 പേര് ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോഴോ, ഒരു മുറിയിൽ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ പറയുക, വചനം വായിക്കുക, പാട്ട് പാടുക, ദൈവത്തെ ആരാധിക്കുക, പ്രാർത്ഥന വിഷയങ്ങൾ പറയുക, തമ്മിൽ തമ്മിൽ പ്രാർത്ഥിക്കുക, ധൈര്യപ്പെടുത്തുക. അതിൻ്റെ ഇടയിൽ ഒരാൾ നമുക്കിഷ്ടമില്ലെങ്കിലോ എന്ത് ചെയ്യണം? ആ കേഴ്സിൽ വിട്ട് അടുത്ത കേഴ്സിൽ പോകണോ? അല്ല. ഈ സഭ വിട്ടിട്ട് വേറൊരു സഭയിലോട്ട് പോകണോ? അല്ല. അല്ലെങ്കിൽ വേറൊരു സഭ വിട്ടിട്ട് ഇങ്ങോട്ട് വരണോ? അതുമല്ല. ചിലപ്പോഴും ആൾക്കാർ വരും, ഞാൻ ഒട്ടും താല്പര്യപ്പെടാത്തതും ഒട്ടും പ്രോത്സാഹിപ്പിക്കാത്തൊരു കാര്യം ഇതാണ്, മറ്റു സഭകളിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. ഓ, അവിടെ ശരിയല്ല, അവിടുത്തെ ദൈവദാസൻ ശരിയല്ല, അവിടെ ശരിക്കും പഠിപ്പിക്കത്തില്ല, അവിടെ ഇത് ശരിയല്ല, അത് ശരിയല്ല. ഞാൻ അത് ഒത്തിരി പ്രോത്സാഹിപ്പിക്കത്തില്ല. ഞാൻ പറയും, സഹോദര, ഏറ്റവും നല്ലത് നിങ്ങൾ അവിടെ തന്നെ അങ്ങ് തുടരുന്നതാണ് നല്ലത്. ഓ, ഇത് അവിടെ ഇന്നാരും ശരിയല്ല. ഞാൻ പറയും, നിങ്ങൾ അങ്ങ് ക്ഷമിച്ചിട്ട് അവിടെ തന്നെ കൂടെ. കാരണം നിങ്ങൾ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, ഇവിടെയും ശരിയല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ഞാൻ തുടങ്ങി, ഞാനും ശരിയല്ല, ഞാനെ പോലെ ശരിയല്ലാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ആക്ച്വലി ഇവിടെയുള്ള മിക്കവാറും ആൾക്കാർ ശരിയില്ല. അതുകൊണ്ടാണ് നമുക്ക് യേശുവിനെ ആവശ്യമുള്ളത്. നമ്മളെല്ലാവരും ശരിയാണെങ്കിൽ യേശുവിനെ വേണ്ടല്ലോ. നമ്മൾ ആരും ശരിയല്ല, അവിടെ യേശുവിനെ. അതുകൊണ്ട് അവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതേപോലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളിങ്ങനെ ഒരുമിച്ച് പോകുന്നതിൻ്റെ കാര്യം നമ്മളൊന്ന് ക്ഷമിക്കുക, സ്നേഹിക്കുക, കരുതുക, വിട്ടുകളയേണ്ടതൊക്കെ വിട്ടുകളയുക. അങ്ങനെ നമ്മൾ കൂടി പോകുന്നത്. കാരണം നമ്മളാരും ശരിയല്ല, യേശു മാത്രമേ ശരിയായിട്ടുള്ളൂ. അത് ഒരു സമൂഹം എന്നുള്ള നില ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുമ്പോഴുണ്ടല്ലോ എളുപ്പമാണ് മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യാൻ. എനിക്കിന്ന് ഇന്നാരോട് സംസാരിക്കണ്ട, ഇവരോട് സംസാരിക്കണ്ട, പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോവാം. എന്നാലും ഒരു കേസിൽ കൂടുമ്പോഴോ, ഒരു ഭവനത്തിൽ ഇരിക്കുക, 5-6 പേരേ ഉള്ളൂ, ഒരു 8-10 പേരേ ഉള്ളൂ, അങ്ങനെ ആകുമ്പോഴോ ഒരാളെ ഇഗ്നോർ ചെയ്യാനൊക്കെ, അവോയ്ഡ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഒരാഴ്ച വെക്കുമായിരിക്കും, 2-3 ആഴ്ച എന്ന് പറഞ്ഞാൽ പാടാ. ബന്ധങ്ങളിൽ കൂടെ ശിഷ്യന്മാരെ വളർത്തിയെടുക്കാം. ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകത പറഞ്ഞല്ലോ അല്ലേ? യേശുവിന്റെ പ്രാർത്ഥനയിൽ പറഞ്ഞല്ലോ, that they may be as one as we are one. യേശുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒന്നായിരിക്കണമെന്ന്. വാവ്, അങ്ങനെ വരണമെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ചെറിയ കൂട്ടമായിട്ട് കൂടുമ്പോഴുണ്ടല്ലോ നമ്മൾ തമ്മിൽ ബന്ധപ്പെടാനൊരു അവസരം ഉണ്ടാവും. അടുത്തത്, ദൈവവചനം പഠിപ്പിക്കാനൊരു അവസരം, ദൈവവചനപ്രകാരം ജീവിക്കാനൊരു അവസരം. അതുപോലെ നമ്മൾ കേഴ്സിൽ കൂടുമ്പോൾ നമ്മൾ വചനം വായിച്ചിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഈ വാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്തുവാ? ഏറ്റവും നിങ്ങളെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്തുവാ? രണ്ടാമത് ചോദിക്കും, ഈ വാക്യത്തിൽ അല്ലെങ്കിൽ ഈ ദൈവവചനത്തില് ദൈവത്തെക്കുറിച്ച് എന്ത് പറയുന്നു? വാട്ട് ഡസ് ഇറ്റ് സേ അബൌട്ട് ഗോഡ്? രണ്ടാമത്തെ ചോദ്യം. പിന്നെ മൂന്നാമത് ചോദിക്കും, ഇതിനകത്ത് മനുഷ്യനെ കുറിച്ച് എന്ത് പറയും? വാട്ട് ഡസ് ഇറ്റ് സേ അബൌട്ട് പീപ്പിൾ? നമ്മളെ കുറിച്ച് എന്ത് പറയുന്നത്? അപ്പം ദൈവത്തെ മനസ്സിലാക്കാം, നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കും. മൂന്നാമത്, ഈ വചനത്തിനകത്ത് നമ്മൾ എങ്ങനെ, ഈ വചനത്തിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം നമ്മൾക്ക് എങ്ങനെ അനുസരിക്കാൻ നോക്കും? ഈ ആഴ്ചയിൽ ഇത് ഞാൻ എങ്ങനെ അനുസരിക്കണം? നാളെ ഞാനിത് എങ്ങനെ അനുസരിക്കണം? ഇന്നാരും അനുസരിക്കണമെന്നല്ല, ഞാൻ എങ്ങനെ ഇത് അനുസരിക്കണം? ഈ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെ അനുസരിക്കണം? അത് നമ്മൾ വചനം വായിച്ച് പഠിക്കുമ്പോൾ നമ്മളത് അനുസരണത്തിലോട്ട് വരണം. വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് അത് നമ്മുടെ ജ്ഞാനം വർദ്ധിക്കാൻ വേണ്ടി മാത്രമല്ല. ജ്ഞാനം വേണം, നമ്മൾ ജ്ഞാനികളാണ്, അത് നല്ലതാണ്. എന്നാലും
അതിന്റെ പർപ്പസ്, അതിന്റെ ലക്ഷ്യം ഇതാ, അനുസരണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ ഒരു കേഴ്സലിൽ കൂടെ തീർച്ചയായിട്ടും ഏറ്റവും നല്ല അവസരമാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു കേഴ്സൽ കൂടാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ആഴ്ച തന്നെ നിങ്ങളൊരു തീരുമാനമെടുത്ത് ഒരു കേഴ്സലിൽ കൂടണം. അവസാനം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഇതാണ്, കേഴ്സലിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ. ഒരു സഭ അല്ലെങ്കിൽ ഒരു ലോക്കൽ ചർച്ച് കേഴ്സലായിട്ട്, സെല്ലുകളായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്തേക്കുക. നമ്മുടെ ശരീരം ജീവനോട് ഇരിക്കുന്നു. ഓർത്തോണം, നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലും ജീവനുള്ളതാണ്. എത്ര മില്യൺസ് ഓഫ് സെൽസ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, ഏതോ ഒരു കണക്കൊക്കെ ഉണ്ട്. ഓക്കെ, എന്നാലും ഓരോ സെല്ലിലും ജീവനുള്ള സെൽസാണ്. ആ സെൽസ് ജീവിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഫങ്ഷൻസും ഉണ്ട്. അനേക സെല്ലുകൾ ഒരുമിച്ച് കൂടിയാണ് എൻ്റെ ഈ ഒരു ശരീരം ദൈവം സൃഷ്ടിച്ചത്. അനേക സെല്ലുകൾ, നമ്മുടെ ഓരോരുത്തരുടെ ശരീരം അതുപോലെ. ഈ ലോക്കൽ ചർച്ച് ഒരു ചെറിയ ലോക്കൽ സമൂഹമായിട്ടായിരിക്കുന്നത് അനേക സെൽസ് ആയിട്ടാണ്, അനേക സെൽ ഗ്രൂപ്പായിട്ടാണ്, അനേക കെയർ സെല്ലായിട്ടാണ്. നമുക്കിപ്പോൾ ഒരു 10-11 കെയർ സെൽസാണ് ഉള്ളത്. ഇനി നമുക്ക് പുതിയ കെയർ സെൽസ് വേണം. ഇനി നമുക്ക് പുതിയ പുതിയ കെയർ സെൽസ് ആരംഭിക്കണം. കാരണം കെയർ സെൽ കൂടാത്ത പലരും ഇവിടെ ഉണ്ട്. അത് കാണിക്കുന്നത് എന്തുവാണെന്നറിയാമോ? അവരുടെ ആത്മീയ ജീവിതത്തിന് പലപ്പോഴും ലൈഫ് ഫുൾനെസ്സിന് ജീവിക്കാൻ ബുദ്ധിമുട്ടായിത്തീരും. ആ ലൈഫ് കേഴ്സലിൽ കൂടെ ഉള്ളത്. 3 കാര്യങ്ങൾ. ഒന്ന്, the cell-based church is a church that is organized and functions in small groups. ഒരു സെൽ ബേസ്ഡ് ചർച്ച ആവുമ്പോൾ അത് ഓർഗനൈസ് ചെയ്തേക്കുന്നതും അത് ഫങ്ഷൻ ചെയ്തേക്കുന്നതും എല്ലാം ആ സെൽ ഗ്രൂപ്പിൽ കൂടെ. ഈ കേഴ്സലിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ ഒത്തിരി വാല്യൂ കൊടുക്കുന്നുണ്ട്. അവർ പ്രാർത്ഥന വിഷയങ്ങൾ എനിക്ക് ഓരോ ആഴ്ചയും തരുന്നുണ്ടല്ലോ. ഞാനത് കാര്യമായിട്ടെടുത്ത് ഒരു ലിസ്റ്റിൽ എൻ്റെ ഫോണിനകത്ത് വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാനിരുന്നാലും ഞാൻ ആ ലിസ്റ്റും കൂടെ ഞാൻ വെച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, ഇവിടെ ദൈവപ്രവർത്തി ഉണ്ടായിരിക്കണമേ. ഇവിടെയുള്ള ഓരോ അംഗങ്ങളെ ഞാനോ ദൈവകാരന് സമർപ്പിക്കുന്നു. ഒരു ദൈവപ്രവർത്തി നടക്കട്ടെ. ഇത് ലീഡ് ചെയ്യുന്ന വ്യക്തികളെ, ഇത് ഹോസ്റ്റ് ചെയ്യുന്ന വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കണമേ, ദൈവം ബലപ്പെടുത്തണമേ, ദൈവകൃപ നിറയ്ക്കണമേ. കാരണം ആ ചർച്ചിന്റെ ലൈഫ്, അതിന്റെ ബേസിക് സ്ട്രക്ചർ സെല്ലുകളിൽ കൂടാ. രണ്ടാമത്, these small groups are the church scattered in the world. These small groups are the church scattered in the world. ഈ ചെറിയ കൂട്ടങ്ങള്, ഈ കൂട്ടങ്ങള് അല്ലെങ്കിൽ ഈ ചെറിയ കൂട്ടങ്ങളെല്ലാം ദൈവസഭ ഈ സമൂഹത്തിൽ ചിതറിപ്പാർക്കുന്നവരാ, ചിതറിപ്പാർക്കുന്ന കൂട്ടങ്ങളാ. This means that the cell-based church is not confined to a location or building. ലോക്ക്ഡൗൺ വന്ന സമയത്ത് ഈ കെട്ടിടം നമുക്ക് ഉപയോഗിക്കാൻ ഒക്കുന്നില്ലായിരുന്നു. ചില മാസങ്ങൾ ഈ കെട്ടിടങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും ആ മാസങ്ങളിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ ഓരോ കേഴ്സൽസും ഫങ്ഷൻ ചെയ്തു. സൂമിൽ കൂടെ, വാട്സാപ്പിൽ കൂടെ, മെസ്സഞ്ചറിൽ കൂടെ, പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഫോണിൽ കൂടെ തന്നെ കോൺഫറൻസ് കോൾ വഴി ആൾക്കാർ കൂടി. ഭവനത്തിൽ കൂടാനൊക്കാത്ത അവസരമില്ലായിരുന്നു. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടാനൊരു അവസരമില്ലായിരുന്നു. അങ്ങനെ ആയപ്പോൾ എന്ത് ചെയ്തു? സെൽസ് ആയിട്ട് കൂടാൻ നിർത്തു. ആ സമയത്ത് ഒരു സെല്ലിലും കൂടാത്ത ആൾക്കാരോ, ഒരു കെയർ സെല്ലും ഇല്ലാത്ത ആൾക്കാരോ, അവർക്ക് എന്ത് സംഭവിച്ചു? ഞാൻ പറയാം, അവർ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു ചില മാസങ്ങൾ. ഞാൻ അവരെയൊക്കെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. ഒരു ലിസ്റ്റ് വെച്ച് എല്ലാവരും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാലും ആ ഫോൺ വിളിച്ച് സംസാരിച്ചു, ഒന്ന് അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചു. എന്നാലും ഒരു കൂട്ടായ്മയ്ക്ക് ഒരു അവസരമില്ല. കാരണം എന്തുകൊണ്ടാ?
ലോക്ക്ഡൌണിന് മുമ്പേ ആണെങ്കിലും അവരൊരു കേഴ്സലിന്റെ ഭാഗമല്ല, ഒരു സെൽ ഗ്രൂപ്പിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ആ ലോക്ക്ഡൌണിന്റെ സമയത്തും അങ്ങനെ അതിന്റെ ഒരു ബെനിഫിറ്റ് ഇല്ലാതായി പോയി. എന്നാലും ലോക്ക്ഡൌണിന്റെ സമയത്ത് നേരത്തെ തന്നെ ഒരു കെയർ സെല്ലില് അല്ലെങ്കിൽ ഒരു സെൽ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാർ എന്ത് സംഭവിച്ചു? അവരുടെ ആ സെൽ ഗ്രൂപ്പ് പിന്നെ തുടരുന്നു. സഭ ദേശത്ത് ചിതറിപ്പാർക്കുന്ന പല കൂട്ടായ്മകളായിട്ടാ. ഈ ബിൽഡിംഗ് ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കുമോ? തീർച്ചയായിട്ടും നടക്കും. ഈ ബിൽഡിംഗിൽ ഇല്ലെങ്കിൽ, ഈ കെട്ടിടം ഇല്ലെങ്കിൽ ദൈവപ്രവൃത്തി നടക്കുമോ? തീർച്ചയായിട്ടും നടക്കും. ദൈവപ്രവൃത്തി ഈ കെട്ടിടം ഉള്ളത് കൊണ്ടൊന്നുമല്ല കേട്ടോ. ദൈവപ്രവൃത്തി ഏത് ഭവനത്തിലാണേലും, ഏത് വ്യക്തികൾ കൂടുവാന്നേലും, ഓൺലൈനായിട്ട് കൂടുവാന്നേലും അവിടെ ദൈവപ്രവൃത്തി നടക്കും. നമ്മളത് വിശ്വസിക്കുക. അപ്പോഴൊന്ന്, സെൽ ബേസ്ഡ് ചർച്ച് organized and functions in small groups. Randa, cell-based church is a church that is scattered throughout the world, throughout the community, and not confined to a building. ഒരു കെട്ടിടത്തിന്റെ ലിമിറ്റേഷനിലുള്ളതല്ല ഒരു cell-based church. മൂന്നാമത്, care cells are the basic life form of the cell-based church, just as the cell is the basic life form of the human body. കെയർ സെല്ല് ഒരു സഭയുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഒരു സഭയുടെ ജീവന്റെ ക്രമമാണ്. ആ സെല്ലുകളിൽ കൂടാണ് സഭയുടെ ജീവൻ ഉള്ളത്. ഒരു പ്രാർത്ഥന വിഷയമുള്ളപ്പോ എന്നെ വിളിച്ചു പറഞ്ഞാൽ പ്രാർത്ഥിക്കാം. എന്നാലും ഓർത്തോണം, അനേകർ വിളിച്ചു പറയുക, അനേക കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുക. എന്നാലും ഒരുമിച്ചിരിക്കുന്ന, നിങ്ങൾ ഒരുമിച്ച് ആഴ്ചതോറും കൂടുന്ന ഒരു കൂട്ടായ്മ, അവരുള്ളവരെ ഒന്ന് വിളിച്ച് പറയുക. ആ കേഴ്സൽ ലീഡറിനെ വിളിച്ച് പറയുക, എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്, പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ട് തമ്മിൽ ഒരു നിങ്ങളുടെ ആ ഒരു കേഴ്സൽ ഗ്രൂപ്പിന് തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വെച്ചിട്ട് പ്രാർത്ഥന വിഷയങ്ങളൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. അവിടെ ശക്തിയുണ്ട്, അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാവും. എനിക്ക് ആരും വേണ്ട, ഞാനും ദൈവം തന്നെ, ഞാനും ദൈവം തന്നെ, ഞാനും യഹോവയും തന്നെ എന്നുള്ള രീതിയിലായി കഴിയുമ്പോൾ ഉണ്ടല്ലോ, കൂട്ടായ്മ ഇല്ലാതായിപ്പോ, ആ കണക്ഷൻ ഇല്ലാതായിപ്പോ. ഈ മൂന്ന് കാര്യങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒരു സെൽ ബേസ്ഡ് ചർച്ച് എന്ന് പറയുമ്പോൾ ഈ കേഴ്സൽ ഉള്ള ഒരു സഭ എന്നല്ല, അങ്ങനല്ല. കേഴ്സലും കൂടെ ഉള്ള ഒരു സഭ എന്ന് പറഞ്ഞാൽ ആ സഭയ്ക്ക് അനേക പ്രോഗ്രാംസ് ഉണ്ട്, അതിലെ ഒരു പ്രോഗ്രാം കേഴ്സൽ. അങ്ങനെയല്ല നമ്മൾ ഇതിനെ കാണുന്നത്. ഈ ചർച്ചിന്റെ ബേസിക് സ്ട്രക്ചർ സെറ്റ് ചെയ്തേക്കുന്നത് സെല്ലുകളിൽ കൂടെ. സ്തോത്രം. കേഴ്സൽ ലീഡ് ചെയ്യുന്ന വ്യക്തികൾ, നമ്മുടെ മധ്യേ ലീഡേഴ്സ് ആയിട്ടുള്ള അനേക ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒത്തിരി പ്രാധാന്യമുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ദൈവപ്രവൃത്തി അവർ ചെയ്തെടുക്കുക. ഈ സമൂഹത്തില് നമ്മുടെ മധ്യേ ദൈവപ്രവൃത്തി ചെയ്തെടുക്കുന്നത് ഒരു വ്യക്തി ഇവിടെ നിന്ന് ഷൈൻ ചെയ്യാനല്ല, ദൈവമാ ഷൈൻ ചെയ്യേണ്ടിയ, യേശുവാ ഷൈൻ ചെയ്യേണ്ടിയത്. അപ്പം എല്ലാം എന്നിൽ കൂടെ ആയിരുന്നെങ്കിലും, ശ്രദ്ധിച്ചോണേ, ഇവിടെ നടക്കുന്ന എല്ലാ ദൈവപ്രവൃത്തിയും, എല്ലാ പ്രാർത്ഥനയുടെ ഉത്തരവും, എല്ലാ രോഗസൗഖ്യവും എല്ലാം എന്നിൽ കൂടെ ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ, ശരിയാകത്തില്ല. ദൈവത്തിന്റെ ഹിതമല്ല, ദൈവത്തിന്റെ പ്ലാൻ അല്ല. പിന്നെ ആൾക്കാർ പറയാൻ തുടങ്ങും, യോ ഞങ്ങളുടെ ഒരു പാസ്റ്റർ, അദ്ദേഹം ഞങ്ങളുടെ എല്ലാം ഒരിക്കലും അത് പറയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാലും തോന്നുന്നു, ഒരിക്കലും അത് പറയില്ലേ. അല്ല, നമ്മുടെ എല്ലാം ആയിരിക്കും നമ്മുടെ യേശുക്രിസ്തുവാ. എന്നാലും ഈ സഭയുടെ ഒരു പ്രത്യേകത ഇതാണ്, ഇവിടെ ഉള്ള എല്ലാ ശുശ്രൂഷയും ഒരു വ്യക്തി കൂടെ വരുന്നതല്ല, അനേക വ്യക്തികൾ ഉണ്ട്. അനേക കേഴ്സൽ ലീഡേഴ്സിൽ കൂടെ ഇവിടെ ഉള്ള പ്രവൃത്തികളെല്ലാം നടക്കുന്നത്. അനേക സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്, പല വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്, പല ആൾക്കാരുണ്ട് ഇവിടുത്തെ പ്രവൃത്തികൾ ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഉണ്ട് ഇവിടെ ഒരു കമ്മിറ്റി ഇല്ലയോ? ചിലർ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു കമ്മിറ്റി ഇല്ലയോ? ഞാൻ പറഞ്ഞു, എന്തിനാ? അല്ല, ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഞാൻ അങ്ങനെയുള്ളവരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ താല്പര്യമുള്ളത്? വർഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോ? നമുക്കൊരു വർഷിപ്പ് ടീമുണ്ട്,
നല്ല വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്, അവരോട് ചേരാം. നമുക്ക് വർഷിപ്പ് ടീമുണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ താല്പര്യമുണ്ടോ? അത് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അതിന് ജോയിൻ ചെയ്യാം. കേഴ്സൽ ലീഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ? കുറെ കേഴ്സൽ ലീഡേഴ്സ് ഉണ്ട്. സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ? സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, കുറെ നല്ല സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്, അവരുമായിട്ട് കൂടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാം. യൂത്ത് ലീഡേഴ്സോ യൂത്ത്സിൻ്റെ ഇടയിൽ പ്രവർത്തിക്കാനോ അതിനും അവസരമുണ്ട്. ഏത് പ്രവൃത്തിയാൻ താല്പര്യമുണ്ട്? രോഗസൗഖ്യത്തിന് വേണ്ടി ഒരു പ്രയർ ടീമിൽ ഇൻവോൾവ് ആകാൻ താല്പര്യമുണ്ടോ? നമുക്കൊരു പ്രയർ ടീമുണ്ട്. എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും പ്രയർ റിക്വസ്റ്റ് ഷെയർ ചെയ്യുവാൻ തമ്മിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പ്രയർ ടീമുണ്ട്. അതാണോ താല്പര്യം? അത് ചെയ്യാമല്ലോ. പ്രയറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണോ? പ്രയർ ടീമിൽ സംസാരിക്കും, അവിടെ ചെയ്യാമല്ലോ. വർഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണോ? വർഷിപ്പ് ടീമുണ്ട്, അവർ ചെയ്യാമല്ലോ. നമുക്കൊരു പാസ്റ്ററൽ ടീമുണ്ട്, അവരെല്ലാ ആഴ്ചയിലും കൂടുന്നുണ്ട്. പല പല ടീംസ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാണ്. ലീഡേഴ്സ് അനേകം നമുക്കുണ്ട്, ഒരു വ്യക്തിയല്ല. വൺ മാൻ സെന്റേഡ് ആയിട്ടുള്ള ചർച്ച അല്ല, ഒരു വ്യക്തി നമുക്കുണ്ട്, അത് യേശു ക്രിസ്തുവാണ്, അല്ലേ? അതല്ല, നമ്മൾ എല്ലാവരും ഒരുമിച്ച് ദൈവസ്ഥാനെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവാ. നമ്മൾ പറഞ്ഞ കാര്യം എന്തുവാ ഈ സഭ? സഭ എന്ന് പറയുന്നത് എന്തുവാ? ഒരു അപ്പോസ്തോലിക കൂട്ടം, അപ്പോസ്തോലിക സമൂഹം. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു, അല്ലേ? അപ്പോസ്തോലിക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ഏതാണ്? അയക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർ, അയക്കപ്പെട്ടവരാണ്, അല്ലേ? അയക്കപ്പെട്ട എന്തിനു വേണ്ടി? ഒരു ദൗത്യത്തിന് വേണ്ടി. യേശുവിൻ്റെ പ്രവൃത്തി, യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ മനോഭാവം ഈ ദേശത്ത് നമ്മളിൽ നടക്കണം. ആ അപ്പോസ്തോലിക സമൂഹം എങ്ങനെ, അതിൻ്റെ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് കാണുന്നത്? നമ്മൾ കേഴ്സൽ ലീഡേഴ്സിന്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. കേഴ്സൽ ലീഡേഴ്സ് എന്നുള്ള നിലയിൽ നമുക്ക് 3 ദൗത്യങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. ഒന്ന്, നമുക്കൊരു പ്രീസ്ലി റോളുണ്ട്, പുരോഹിതന്മാരുടെ റോള് തന്നിട്ടുണ്ട്. എന്തുവാ പുരോഹിതന്മാരുടെ റോള്? 2 കാര്യമുണ്ട്. ഒന്ന്, പുരോഹിതന്മാർ ചെയ്യേണ്ടത് ദൈവത്തെ നമ്മൾ സെർവ് ചെയ്യുക, ദൈവത്തിന്റെ സെർവന്റ് ആയിട്ട് ദൈവത്തെ സെർവ് ചെയ്യുക. രണ്ടാമത്, ദൈവവും മനുഷ്യരുമായിട്ട് ഇടയ്ക്ക് നിൽക്കുക, മനുഷ്യർക്ക് വേണ്ടി യഹോവയുടെ ദൈവത്തോട് സംസാരിക്കുക, ദൈവത്തിനു വേണ്ടി മനുഷ്യരോട് സംസാരിക്കുക. അതായിരുന്നു പുരോഹിതന്മാർ ചെയ്ത റോൾ, അതായിരുന്നു പദ്ധതി, അവരുടെ പദ്ധതി അതായിരുന്നു. രണ്ടാമത്, എ പ്രൊഫറ്റിക് റോൾ, പ്രവാചകന്റെ പദ്ധതി. പ്രവാചകന്മാർ എന്ത് ചെയ്തതാ? അവരുടെ ഉദ്ദേശം ഇതായിരുന്നു, അവരുടെ ദൗത്യം ഇതായിരുന്നു, ദൈവത്തിന്റെ ഹിതം ജനങ്ങളെ അറിയിക്കുക. ഇസ്രായേൽ മക്കള് അവരുടെ ഇഷ്ടപ്രകാരം പോയി. ഇസ്രായേൽ മക്കള് മറ്റ് ജനങ്ങൾ ചെയ്യുന്ന പോലെ പോയി, മറ്റ് രാജ്യങ്ങൾ പോകുന്ന പോക്ക് അവര് പോകാൻ തുടങ്ങിയപ്പോൾ ദൈവം പ്രവാചകന്മാരെ അയച്ചിട്ട് ദൈവം അവരിൽ കൂടെ പറഞ്ഞു, വേണ്ട, അങ്ങനല്ല, യഹോവയായ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്ലാൻ ഇങ്ങനെയാ. നമുക്കൊരു കാര്യം ചെയ്യാം, ആ വഴിയെ പോകുന്നതിന് പകരം യഹോവയുടെ വഴിയെ പോകാം. ആ കൂട്ടം ആൾക്കാർ പോകുന്ന പോലെ പോകുന്നതിന് പകരം നമുക്ക് യഹോവയുടെ വഴിയെ പോകാം. അല്ലെങ്കിൽ മറ്റു രാജ്യം, മറ്റു ജനങ്ങൾ അവരെന്തൊക്കെ ചെയ്തോട്ടെ, എന്നാലും നമുക്ക് യഹോവയെ അനുഗമിക്കാം. അവര് ദൈവത്തിന്റെ ഹിതത്തിലോട്ട് ജനങ്ങളെ തിരിച്ച് റിയലൈൻ ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അതായിരുന്നു പ്രവാചകന്മാരുടെ റോൾ. പിന്നെ അവസാനമായിട്ട് മൂന്നാമത്, കിങ്ലി റോൾ, രാജകീയ പദ്ധതി. രാജാക്കന്മാർ എന്ത് ചെയ്യുമായിരുന്നു? അവര് വാഴുമായിരുന്നു, അവരുടെ ജോലി വാഴാനായിരുന്നു. നമ്മൾ വായിച്ചു, വേറെ പല വാക്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം വായിക്കാൻ സമയമല്ല. നമ്മൾ വായിച്ചത് എന്തുമായിരുന്നു? ദൈവം ആദാമിനും ഹവ്വായ്ക്കും കൊടുത്ത ദൗത്യം, നിങ്ങൾ വാഴാൻ പറഞ്ഞു, അല്ലേ? റൂൾ, ഹാവ് ഡൊമിനിയൻ, ഹാവ് അതോറിറ്റി. എങ്ങനെ വാഴാനാ? പ്രൈം മിനിസ്റ്ററിനെയും ചീഫ് മിനിസ്റ്ററിനെയും തകർക്കാനൊന്നുമല്ല. അവർ ചെയ്യുന്ന പ്രവൃത്തി അവർ ചെയ്യട്ടെ, അതല്ല നമ്മുടെ ജോലി. നമ്മുടെ ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിലാണെന്ന് ചെയ്തെടുക്കുക, അങ്ങനല്ല. അവരെ ദൈവം ഏൽപ്പിച്ച ദൗത്യം അവർ ചെയ്യട്ടെ, അവർ നല്ലതായിട്ട് ചെയ്യും. നമ്മളെ ഏൽപ്പിച്ച ഇതാണെന്ന്. ആത്മീയ മണ്ഡലത്തില് സാത്താൻ അനേകരെ ബന്ധിച്ചിരിക്കുന്നവരെ, അവരെ നമ്മൾ ഫ്രീ ചെയ്യാൻ വേണ്ടി ദൈവം ഈ ഭൂമിയിൽ വാഴുന്നതിന് പകരം സാത്താന്റെ പ്രവൃത്തി ഇവിടെ വാഴുന്ന, അതിനെ നമ്മൾ പ്രാർത്ഥനയിൽ എതിർക്കുക. ആ യുദ്ധം നമ്മള് വാളും കൊണ്ടോ തോക്കും കൊണ്ടോ ഉള്ള യുദ്ധമല്ല, മുട്ടുമേലോ പ്രാർത്ഥിച്ചുള്ള യുദ്ധമാണ്. പ്രാർത്ഥന കേഴ്സൽ ലീഡേഴ്സിന് അത്യാവശ്യമാണ്. പ്രാർത്ഥനയിൽ നമ്മൾ കഴിഞ്ഞ മാസം
കാഷ്വൽ ലീഡേഴ്സിന്റെ ക്ലാസ് എടുത്തപ്പോൾ പ്രാർത്ഥന കാര്യം പറഞ്ഞു. പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. ഒരു കിങ്ലി റോൾ വാഴുന്നൊരു കാര്യം വരുമ്പോഴുണ്ടല്ലോ, പ്രാർത്ഥനയിലാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്, നമ്മുടെ മുട്ടുമേലാണ് യുദ്ധം ചെയ്യുന്നത്. അതൊന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. നമുക്ക് ഉത്തരമില്ലാത്തടത്ത്, ഒരു ആൻസർ ഇല്ലാത്തടത്ത്, ഒരു വിടുതലില്ലാത്തടത്തുണ്ടല്ലോ, ദൈവസ്ഥലിൽ പോയിട്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, എനിക്ക് ദൈവത്തിന്റെ പ്രവൃത്തി കാണണം, എനിക്ക് ദൈവത്തിന്റെ ഒരു രൂപാന്തരം അനുഭവിക്കണം, ഈ ഒരു വിഷയത്തിന് മേൽ ദൈവപ്രവൃത്തി നടക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദൈവപ്രവൃത്തി നമ്മൾ കാണും. ഇത് ചില കാര്യം ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെട്ടു. വരാനൊക്കാത്ത എല്ലാവർക്കും വേണ്ടിയും ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങളോടും ഇത് ഷെയർ ചെയ്യാനാണ്. കേഴ്സൽ ലീഡ് ചെയ്യുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു, നിങ്ങളോട് നന്ദി പറയുന്നു. വളരെ വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ മുഖാന്തരം ഒരു ചെറിയ കൂട്ടം ജനങ്ങൾക്ക് മാത്രമല്ല, അവരുടെ ഫാമിലിയും അവരുടെ സമൂഹങ്ങൾ എല്ലാം രൂപാന്തരം അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം ഒരു ദൈവപ്രവൃത്തിയാണ്. സ്തോത്രം. പാസ്റ്റർ ബ്ലസ്സൻ ഇവിടെ ഉണ്ട്. പ്രാർത്ഥിച്ച് അവസാനിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുക. പ്ലീസ് കം. വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഓർക്കുക ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ ചെയ്തെടുക്കാൻ താല്പര്യപ്പെടുന്നത് ഈ സമൂഹത്തിൽ തന്നെ. താങ്ക് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.